യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഒക്കെ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടങ്ങുന്നതേ വളരെ വേദനയോടുകൂടിയാണ്. നിങ്ങൾ മാറിപ്പോയത്, വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയത്. എനിക്ക് ആശ്ചര്യം, എങ്ങനെ നിങ്ങളെ കൊണ്ടത് പറ്റുന്നു. 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഒക്കെ നമ്മൾ കണ്ടു, അവിടെ 14 വർഷത്തിന് ശേഷം യെരുശലേമിലെ സഭ, ചില കാര്യങ്ങൾ ഗലാത്യ സഭയോട് പറയുവാനാണ് യെരുശലേമിലെ സഭ ഇവിടെ കാര്യങ്ങൾ ഇവിടെ പറയാം. നമ്മളും വിചാരിക്കും ഗലാത്യ സഭയോട് പറയുമ്പോൾ അവരുടെ കുറവുകളെ പറഞ്ഞാൽ പോലെ. അവരുടെ കുറവുകൾ ആരെങ്കിലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ പാടാണ്. ദൈവദാസന്മാരാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഡയറക്റ്റ് ആണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുണ്ട്, രൂപാന്തരപ്പെട്ടോണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ യെരമ്യാ പ്രവചന പുസ്തകമൊക്കെ വായിച്ചപ്പോൾ ഇസ്രയേലിന് പറ്റിയതുപോലെ യഹൂദ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഏശാവിന് പറ്റിയതുപോലെ നോയയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, ലോത്തിൻ്റെ കുടുംബത്തിന് പറ്റിയതുപോലെ, ബിലയാമിന് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ അവർക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു പോയി, കർത്താവ് അവനോട് ക്ഷമിക്കട്ടെ. ഓരോരുത്തരുടെ ഉദാഹരണം എന്തിനാണ് പറയുന്നത്? ദൈവകൃപയെന്ന് മാറിപ്പോകുകയും യൂദാസിൻ്റെ വിഷയങ്ങളൊക്കെ ഓരോ ഉദാഹരണങ്ങൾ കർത്താവ് നമ്മളോട് പറയുന്നത് അവർക്ക് പറ്റിയതുപോലെ. അതുപോലെ യെരുശലേമിലെ സഭയ്ക്ക് എങ്ങനെ ക്ഷീണം വന്നു? യെരുശലേമിലെ സഭയ്ക്കും ആ സഭയ്ക്ക് ക്ഷീണം വന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ദൈവദാസന്മാർക്കും അപ്പോസ്തലന്മാർക്കും ക്ഷീണം ഉണ്ടായിട്ടാണ് സഭയ്ക്ക്. ഈ സഭയ്ക്ക് ക്ഷീണം വരണമെങ്കിൽ, ഈ സഭയുടെ കാഴ്ചപ്പാട് മാറിപ്പോണെങ്കിൽ, ഇവിടെ ദുരുപദേശം പ്രചരിക്കപ്പെടുകയും പ്രസംഗിക്കപ്പെടുകയും നിങ്ങളത് സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ആര് ക്ഷീണിക്കണം? ഇവിടുത്തെ ഇടയന് ദൈവദാസൻ അങ്ങനെയാണല്ലോ, പിശാച് അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പം പിന്നെ അവിടുത്തെ ടീച്ചിങ് മാറും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വാട്ട് വി ബിലീവ് അതെല്ലാം അങ്ങ് മാറും. വിശ്വാസ പ്രമാണമൊക്കെ എന്ത് ചെയ്യും? അങ്ങ് മാറും പതുക്കെ. അങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ മാറുന്നത്. അപ്പം യെരുശലേമിലെ സഭ ക്ഷീണിച്ചെങ്കിൽ ആരാണ് അതിൻ്റെ കാരണം? അവിടുത്തെ അപ്പോസ്തലന്മാർ, അവിടുത്തെ ദൈവദാസന്മാരുടെ ക്ഷീണം തന്നെയാണ് ദേശശക്തിയുടെ മേൽ ജയിച്ചിരിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 14 വർഷത്തിന് ശേഷം യെരുശലേമിൽ പോയപ്പോൾ യവനനായ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ, ഒരു ഗ്രീക്ക്, തിമോത്തിയോസിനെ പോലെ തന്നെ. തിമോത്തിയോസ് ഹാഫ് ജൂ ആണ്, പക്ഷേ തീത്തോസും അതുപോലെ ശക്തനായ വിളിയുള്ള ഒരാളാണ്. പൗലോസിൻ്റെ കൂടെ വന്നപ്പോൾ താൻ പരിച്ഛേദന ഏറ്റിട്ടില്ല. ഈ പരിച്ഛേദനയൊക്കെ എവിടുത്തെ കാര്യമാണ്? അവർ നേരത്തെ ഉണ്ടായിരുന്ന പള്ളിയിലെ സിനഗോഗിലെ കാര്യമാണ്. അതൊക്കെ വിട്ടതാ. അപ്പം ഇത് പിന്നെയും ആത്മീയ ക്ഷീണം വന്നപ്പോൾ എന്തെങ്കിലും പഴയ ആചാരങ്ങൾ, പഴയ പരിച്ഛേദന അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം. ഏത് സഭയിലാണ്? ആരാണിത് പറയുന്നത്? ആരാണിത് അനുവദിച്ചു കൊടുക്കുന്നത്? ആദ്യമായിട്ട് അഭിഷേകം പ്രാപിച്ച്, ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ആദ്യമായിട്ട് 3000 പേർ ഒറ്റ ദിവസം സ്നാനപ്പെട്ടെങ്കിൽ എന്തൊരു പ്രവർത്തനം അവിടെ, എന്തൊരു ആത്മാവിൻ്റെ തീ അവിടെ കത്തിയത്, പകർച്ച അവിടെ കത്തിയത്. ഈ സഭയിലാണ് പരിച്ഛേദന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണല്ലോ, പെട്ടെന്ന് നമുക്ക് താഴോട്ട്. അപ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഈ ടൈറ്റസ് അല്ലെങ്കിൽ തീത്തോസിന് എന്ത് ചെയ്യണം? പരിച്ഛേദന ചെയ്യണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പരിച്ഛേദന എന്ന കർമ്മം ഇവിടെ നടക്കത്തില്ല. ഇവിടെ ആരും കത്തിയും കൊണ്ടിരിപ്പില്ല യെരുശലേമിലെ ദൈവസഭയിൽ. ഇവിടെ ഡ്രം കൊട്ടുന്നവരും പാടുന്നവരും ആരാധിക്കുന്നവരും ഇവിടെ ദൈവമക്കളേ ഉള്ളൂ. ഈ പരിച്ഛേദന കത്തിയും കൊണ്ടിരിക്കുന്നത് എവിടാണ്? യെരുശലേം ദേവാലയത്തിലാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ ഓരോ പള്ളിയിൽ നിന്നും ഓരോ സാമുദായിക അനുഭവത്തിൽ നിന്നും ഡയസീസിൽ നിന്നൊക്കെ വന്നതല്ലേ. ഇവരെവിടെ പോകണം പരിച്ഛേദന ഏൽക്കണമെങ്കിൽ? പരിച്ഛേദന നടത്തുന്ന സ്ഥലത്ത് പോകണം, യെരുശലേം ദേവാലയത്തിൽ പോകണം. അപ്പം ഇടയ്ക്കൊക്കെ അതുമായിട്ടൊരു ബന്ധമുണ്ട്. ഇന്നത്തെ ദൈവമക്കളൊക്കെ ചെയ്യുന്ന പോലെ റിമംബ്രൻസ് ഡേ, ആണ്ട്, മാമോദീസ ആരും അറിയാതൊക്കെ എന്ത് ചെയ്യും? പാസ്റ്റർ അറിയില്ലെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പോകുന്ന ദൈവമക്കൾ എത്ര പേരുണ്ടെന്നറിയാം. അതൊന്നും കഴിഞ്ഞ നാളുകൾ എനിക്ക് അങ്ങനെ പറയേണ്ട വന്നിട്ടില്ല, പക്ഷേ ഈ നാളുകൾ അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഓരോ വിഷയത്തിനും അവരുടെ കൂടെ പോയി, അവരുടെ പള്ളിയിൽ അവരുടെ ആരാധനയ്ക്ക് അല്ലെ അവിടെ പോയി തല കാണിക്കുകയും, ഓരോ ഉത്സവത്തിനും ഓരോ കാര്യത്തിനും പോയി ആരും അറിയാതെ പോയി ഫുഡ് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്നുള്ള പോലെ തന്നെ ആ കാലഘട്ടത്തിൽ എന്തുണ്ട്? പഴയ പോലെ പള്ളിയിൽ പോയി ഓരോ ജാതീയ വ്യക്തി വന്ന് അവരെ പരിചയപ്പെട്ട തീത്തോസിൻ്റെ കാര്യത്തിൽ ശക്തമായി പറഞ്ഞു, തീത്തോസ് ഇവിടെ വരും, യെരുശലേമിൽ സഭ ശുശ്രൂഷിക്കും, നിങ്ങൾ ഓരോരുത്തർ ആത്മാവിൽ ക്ഷീണിച്ചു, നിങ്ങളെക്കാൾ ശക്തമായ അഭിഷേകമാണ് ഈ ദൈവദാസൻ്റെ മേൽ, നിങ്ങളൊന്ന് കാണാൻ.
പരിച്ഛേദന അതൊക്കെ വെറും കർമ്മമാണ്. അത് പഴയ നിയമത്തിലെയാണ്. യാഗവും പരിച്ഛേദനയൊക്കെ മാറിപ്പോയി. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി ഒരു പ്രവൃത്തിയാലുമല്ല. യു ആർ നോട്ട് ജസ്റ്റിഫൈഡ് ബൈ വർക്ക്സ് ബട്ട് യു ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താലാണ് ഒരുവൻ രക്ഷയിലേക്ക് വരുന്നതും നീതീകരണം പ്രാപിക്കുന്നതും എന്ന് ശക്തമായി പറഞ്ഞ സ്തോത്രം. അതുകൊണ്ട് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ല, ഒരല്പം പോലും കോംപ്രമൈസ് ചെയ്തില്ല, ഒരല്പം പോലും വിട്ടുവീഴ്ച കൊടുക്കുക. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നു, പരീശന്മാരോ ശാസ്ത്രിമാരോ പ്രമാണിമാരോ, സഭയിലെ പ്രധാന സ്പോൺസേഴ്സ് ആയിരിക്കും, പ്രമാണിമാരായിരിക്കും, അവരൊന്നും എനിക്കൊരു വിഷയമല്ലെന്നേ. അവരാ കമ്മിറ്റിയാണ് പറഞ്ഞത്, പരിച്ഛേദനയേക്കാൾ തീത്തോസിന് ഇവിടെ ശുശ്രൂഷിക്കാൻ പറ്റില്ല. അവരെ എനിക്കൊരു പ്രയോജനവുമില്ല. അവർ സഭയ്ക്കാട്ട് കർത്താവിനാട്ട് അവർ ആത്മീയമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ ആത്മാവിനാൽ നടത്തപ്പെടും. അവർ ദേശത്തെ സഭയോടും പ്രവർത്തനോടും ചേർന്ന്. അല്ലെങ്കിൽ അവരെന്തു പറയുന്നു അതെനിക്കൊരു വിഷയവുമല്ല, അവർക്കൊരു ഗുണവും ദോഷവും. അപ്പം അങ്ങനെയൊക്കെ ശക്തമായ പൗലോസിന് പറയാൻ കഴിയുന്നു. അവിടെ പത്രോസും യോഹന്നാനും യാക്കോബും അല്ല അവിടെയുള്ള പഴയ അപ്പോസ്തലന്മാർക്ക് പറയുവാൻ കഴിയുന്നില്ല. താഴോട്ട് നമ്മൾ 10-ാമത്തെ വാക്യം വരെയും ആ കാര്യങ്ങൾ ചിന്തിച്ചു. ശക്തമായിട്ട് ഒരല്പം പോലും ദൈവവചനത്തിന് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ചിന്തിക്കാനുള്ള ഭാഗം 11-ാമത്തെ വാക്യത്തിൽ. കേഫ അല്ലെങ്കിൽ നമ്മൾ കേഫ എന്നതിൻ്റെ ഒറിജിനൽ യഹൂദ ഭാഷയിൽ അല്ലെ സുറിയാനി കൽദയ ഭാഷയിൽ പറയുക, തൻ്റെ പേര് പത്രോസ്, തൻ്റെ ഗ്രീക്ക് പേര് പത്രോസ് നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ കേഫാവ് അല്ലെങ്കിൽ പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ, യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിൽ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ അവിടെ താൻ എന്തുവാ ചെയ്ത? താഴോട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പൊ ശക്തമായിട്ട് എതിർക്കുക. കാരണം താൻ ജാതികളുടെ കൂടെ, ഇപ്പം നമ്മളൊക്കെ ആഹാരം കഴിക്കുന്ന എല്ലാ ഞായറാഴ്ചയും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ ആൾക്ക് ഇപ്പം കുറച്ച് കസേരയും കുറച്ച് മേശയും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും ചില സമയത്ത് ഗസ്റ്റും നമ്മളെല്ലാവരും ഉള്ളപ്പോൾ കസേരയൊക്കെ തികയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ പണ്ട് ആദ്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, കസേരയൊക്കെ കുറവായിരുന്ന സമയത്ത് നമ്മൾ താഴെ ഇരുന്ന് പായൊക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ, താഴെയൊക്കെ ഇരുന്ന് പായൊക്കെ വിരിച്ച് ചുറ്റിനും നമ്മൾ ഇരിക്കും. അപ്പം അന്നും ഇത് മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ അന്നും വലിയ ദൈവ സ്നേഹത്തിൽ ആഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നിച്ച് അവരിരുന്ന്, പത്രോസ് വന്നത് അന്ത്യോക്യയിലാണ്, ജാതികര അല്ലെങ്കിൽ സിറിയയിലാണ്, സിറിയയുടെ ക്യാപിറ്റലാണല്ലോ. അപ്പം ആൻറ്റിയോക്കിലാണ്. അവിടെ വന്ന് അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് ജാതികളുടെ കൂടെ ഇരുന്ന് കഴിച്ചപ്പോൾ, ജാതീയ വിശ്വാസികളാണ് അവരോട് ഇരുന്ന് കഴിച്ചപ്പോൾ, പെട്ടെന്ന് യെരുശലേമിൽ നിന്ന് ചില ദൈവദാസന്മാരൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് അവരെ പേടിച്ച്, യെരുശലേമിൽ നിന്ന് വന്നവരെ പേടിച്ച്. കാര്യം ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ന്യൂസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്രോസിൻ്റെ പ്രസംഗം അവർ സ്വീകരിക്കത്തില്ല എന്നൊക്കെ മാനുഷികമായിട്ട് പേടിച്ച്, ഈ ആത്മാവിൽ ക്ഷീണം വരുമ്പോഴാണ് മനുഷ്യനെ പേടിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചില്ല, യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ്. ലോകത്തെയും സന്തോഷിപ്പിച്ച് ദൈവത്തെയും സന്തോഷിപ്പിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയോ ചെയ്യില്ല. റിലേറ്റീവ്സിനെ സന്തോഷിപ്പിച്ച്, കൂട്ടുകാരെ സന്തോഷിപ്പിച്ച്, അസോസിയേഷനെ സന്തോഷിപ്പിച്ച്, മനുഷ്യരെ സന്തോഷിപ്പിച്ച്. എറണാകുളത്തായോടെ ഞാൻ ഈ അസോസിയേഷൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, കാരണം അതൊരു വലിയൊരു പോരാട്ടമാണ്. കാണുന്നതിൻ്റെ അകത്തൊക്കെ നമ്മളെ വിളിക്കും അതിൻ്റെ ആ കൂട്ടത്തിന് ചേരാൻ, അവരുടെ കൂട്ടത്തിൽ അവരെയൊക്കെ സന്തോഷിപ്പിച്ച് പിന്നെ നമ്മൾ ദൈവസന്ധി വന്നിരിക്കുമ്പോൾ ഭയങ്കര കൈയൊക്കെ കൊട്ടി പഴയ ലൈനൊക്കെ പറഞ്ഞാൽ ഒന്നും ആത്മാവിൻ്റെ തീ കത്തത്തില്ല. ദൈവമക്കളെ ജഡീകരായിട്ട് പോകാൻ പറ്റും. ഒരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. അവിടെ ഒന്നിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുക. ഇവിടെ പത്രോസിന് പെട്ടെന്നൊരു പേടി വന്ന് താൻ എഴുന്നേറ്റു. ഇവിടെ ആ സമയത്ത് പൗലോസ് അവിടെ ഇല്ല. പക്ഷെ പൗലോസ് അറിഞ്ഞപ്പോൾ ശക്തമായിട്ട് ആ കാര്യങ്ങൾ എതിർത്തു. തന്നോട് പറഞ്ഞു ഈ പരിപാടി പറ്റത്തില്ല. ഈ ഒരു വിഷയം നമ്മളല്ലേ പിന്നെ ജാതികളുടെ മധ്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കും? ജാതികളോട് എങ്ങനെ സുവിശേഷം പറയും? യഹൂദൻ മാത്രമേ ഉള്ളൂ. യഹൂദനെ കർത്താവ് തള്ളിക്കളഞ്ഞു. ഇനി യഹൂദനാണെങ്കിലും ജാതിയനാണെങ്കിലും ക്രിസ്തുവിൽ കൂടെ എല്ലാവരും ഒരുപോലാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ശക്തമായി പറഞ്ഞ ആ കാര്യങ്ങൾ പത്രോസിന് അറിയാം. വചനം പത്രോസിന് ശരിക്കും വചനം അറിയാം. കാര്യം പൗലോസ് പറഞ്ഞ ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ജാതികളും ദൈവമക്കളും കർത്താവ് ഒന്നായിട്ടാണ്. കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സ്വപ്നത്തിൽ കൂടെ ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യമാണ് ആ ദുപ്പട്ടി അല്ലെങ്കിൽ ആ തുണി താഴോട്ട് വന്ന് അതിൻ്റെ അകത്ത് അബോമിനൽ ബീസ്റ്റ് അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഇവർ ഹറാം എന്ന് പറയുന്ന മൃഗങ്ങളെയൊക്കെ കാണിച്ചിട്ട് പത്രോസ് പറഞ്ഞു, അതെങ്ങനെ അത് ഹറാമല്ലേ അല്ലെങ്കിൽ അത് നിശ്ചിതമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം വ്യക്തമായി പറഞ്ഞതാ, ഞാൻ ശുദ്ധീകരിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യില്ല. അങ്ങനാണ് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ആദ്യത്തെ ജാതീയ വ്യക്തിയോട് പൗലോസ് വിശ്വാസി വരുന്നതിന് മുമ്പേ പോയി സുവിശേഷം പറഞ്ഞ ആളാണ് ആര്? അപ്പം ദൈവം നേരിട്ട് ഇടപെട്ട് ദൈവസന്ധിയിൽ തീരുമാനമെടുത്ത ആളാണ് ആര്? പത്രോസ്. അറിയാത്ത ആളല്ല. അപ്പം ഈ ദേവദാസൻ ആരാ നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസേ, നിന്നിൽ കൂടി ഞാൻ എൻ്റെ സഭയെ പണി, പാറയാകുന്നു, നിന്നിൽ കൂടി ഞാൻ എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത് ഒറ്റ പ്രസംഗത്തിന്
ഞങ്ങളൊക്കെ അല്ലേ പപ്പയൊക്കെ എനിക്ക് ഒന്ന് 10, 20, 30 പേരെയൊക്കെ ഒന്നിച്ച് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 8 പേരെ 10 പേരെ അങ്ങനെയൊക്കെ ഒന്നിച്ച് ഒരു ദിവസം തന്നെ സ്നാനപ്പെടുത്തി ഓർക്കുന്നുണ്ട് പല പ്രാവശ്യം. അല്ലല്ലേ, അപ്പോൾ ഇത് എത്ര പേരെയാണ് സ്നാനപ്പെടുത്തിയത്? 3000 പേരെയാണ്. അപ്പം ആ പ്രസംഗം എന്തുമായിരുന്നു? തീപ്പൊരി പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആത്മാവിൻ്റെ തീയിലായിരുന്നു, അല്ലാതെ വെറും വാക്കിലല്ലായിരുന്നു, ആത്മാവിൻ്റെ. ആ പ്രസംഗം അല്പമായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാം. ഏകദേശം അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് കാണാം. ഈ സ്റ്റബേൺ പീപ്പിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദുഷ്ടാഠ്യമുള്ള ജനം, യഹൂദന്മാർ, ഒരു പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞിട്ട് പോലും ഇത്രയും അവർക്ക് മാനസാന്തരം ഉണ്ടായില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെ ഭൂമിയിൽ ഇറങ്ങി വന്ന് പത്രോസ് ആദ്യമായിട്ട് ശക്തമായിട്ട്, അപ്പം ദൈവം എടുത്ത് തീ പോലും ഉപയോഗിച്ച ഒരു മനുഷ്യൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ധൈര്യമായിട്ട്. ഈ പത്രോസ് അല്ലേ വിളിച്ചു പറഞ്ഞത്? പത്രോസും യോഹന്നാനോട് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞതാ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ. അവരെല്ലാം കൂടി ഈ നാമത്തിൽ നീ മേലി പ്രസംഗിച്ചേക്കൽ എന്ന് പറഞ്ഞ് അവരെ അടിച്ചു വിട്ടപ്പോൾ, ഹല്ലേലൂയ, അവർ യഹൂദ കൗൺസിൽ വന്നപ്പോൾ ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ പേടിക്കണോ ദൈവത്തെ പേടിക്കണോ? ഷുഡ് ബി ഫിയർ, ഹല്ലേലൂയ, മെൻ ഓർ ഗാഡ് എന്ന് ചോദിച്ച പത്രോസാണ് ഇപ്പം ആരെ പേടിക്കുന്നത്? ഏത് ശക്തമായ ദൈവദാസനും ഇൻഫ്ലുവൻസ്ഡ് ആകാം. നിങ്ങൾ ഓർത്തോണം, അതിനാണ് ശക്തമായ കൊയ്ത്തു വളരെ ഉണ്ട്. ദൈവത്തിന് ഒറ്റ കാര്യമേ മനസ്സിൽ. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ? നമ്മുടെ ബില്ലുകളെല്ലാം അടയ്ക്കണം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ഭാവി വിഷയങ്ങൾ, അയ്യോ എന്തായിത്തീരും, വാടക കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ചിലവുകൾ കൂടുന്നു, വരുമാനം കുറയുന്നു, എനിക്ക് പ്രായം കൂടുന്നു. നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഫേസിൽ കൂടെ കടന്നു പോകില്ലേ? ഇനി എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റും, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയം എന്തായിത്തീരും, ശാരീരിക ക്ഷീണം, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. കർത്താവിൻ്റെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? എന്തിനാണ് കർത്താവ് വന്ന് വില കൊടുത്തത്? ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൻ്റെ മുഴുവനും പാപഭാരമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവിനെ താങ്ങുവാൻ കഴിയാൻ വയ്യാഞ്ഞിട്ട് പലവട്ടം പിതാവിനോട് അപേക്ഷ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ. വെറുതെ ഒന്നുമല്ല, ഒരു ഡ്രാമയൊന്നും അല്ലായിരുന്നു അത്. ആ ഭാരം ചുമക്കുവാൻ കഴിയാഞ്ഞ അതുപോലെ ലോകത്തിൻ്റെ മുഴുവനും പാപഭാരം ഒറ്റയ്ക്ക് വഹിച്ചത് എന്തിനാ ദൈവമക്കളെ? ഒറ്റ വ്യക്തി പോലും. നമുക്കിത് വല്ലതും ബേർഡനാണോ? അവിടെ ആൾക്കാർ മരിക്കുന്നു, ഇവിടെ ദുരുപദേശം പ്രസംഗിക്കും, എല്ലാത്തിനും കേൾക്കുന്നതിനൊക്കെ ആമേനും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ദൈവമക്കളായി തീരുമ്പോൾ നമ്മളൊരു ചെറിയ കൂട്ടമായിട്ട് നിൽക്കുന്നു. നമ്മൾ അങ്ങനെ ആയിത്തീരല്ലേ. വി ഷുഡ് നോ ദ ബേർഡൻ ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ ഹൃദയത്തിലെ ആ ബേർഡൻ ഒന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ ഹൃദയത്തിലെ ചിന്തയും ആലോചനയും ഒന്ന് മനസ്സിലാക്കുവാൻ ആദ്യം നമ്മുടെ സെൽഫിഷ്നെസ് ഒന്ന് മാറണം, സ്വാർത്ഥത മാറണം. ഇതൊരു പൈശാചിക പ്രവൃത്തിയാണ് സെൽഫിഷ്നെസ്. സെൽഫിഷ് അംബിഷൻസ് എന്ന് ബൈബിളിൻ്റെ അകത്ത് ജഡത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ലിസ്റ്റിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവരാരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഈ സ്വാർത്ഥത കൂടിയാൽ എന്തുവാ നഷ്ടപ്പെടുന്നത്? സ്വർഗം. യു ലൂസ് ഹെവൻ. ഈ ജാതികൾക്കുള്ള സ്വഭാവമാണ്. അവർ ഈ മെഴുകുതിരി പാക്കറ്റും കൊടുത്ത് നേർച്ചയും കാഴ്ചയും അവർക്ക് വിഷയമല്ലല്ലോ. അവർ വേളാങ്കണ്ണി പോവും, പരിമല പോവും, അവിടെ പോവും, കാണുന്നിടത്തെല്ലാം പോവും, ഏത് മലയിൽ കയറാൻ പോവും. എന്തിനാണ്? മുട്ടയടിക്കും, ഉരുളും, എന്തോ വെള്ളം ചെയ്യും. എന്തിനാ? കാര്യം സാധിക്കാൻ. ദൈവമക്കൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാര്യം സാധിക്കാനാണെങ്കിൽ അവരും നമ്മളുമായിട്ട് എന്നാ ദൈവമക്കളെ വ്യത്യാസം? കർത്താവിൻ്റെ ഹൃദയത്തിൽ. അപ്പം പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പത്രോസിനും ആ ബേർഡൻ ഇല്ലാതായി പോയത് കൊണ്ടല്ലേ നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കി തീർക്കും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഹൂദനെ പിടിക്കുന്നവനാക്കി തീർക്കും എന്നാണോ കർത്താവ് പറഞ്ഞല്ല? അപ്പോൾ ബേർഡൻ ഇല്ലാതായി പോയി, മാറിപ്പോയപ്പോൾ പൗലോസ് ശക്തമായിട്ട്, പൗലോസ് എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് അല്ലാതായി തീർന്നത്? ഒരു വട്ടം ഇൻഫ്ലുവൻസ് ആയത് നമ്മൾ കണ്ടു. ഇടയ്ക്ക് യെരുശലേമിൽ അവരെ കൗൺസിലൊക്കെ സന്തോഷിപ്പിക്കാൻ ഒരാളെ തലമുണ്ടനം ചെയ്യുവാൻ ആ നേർച്ചയൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്ത് നമ്മൾ കണ്ടു. അതിനുള്ള അടിയും അന്ന് കിട്ടി, നാണം കെട്ട് യെരുശലേമിൽ നിന്നൊക്കെ ഓടിപ്പോയതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ജാതികളുടെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ ദൈവം നിന്ദിക്കപ്പെടാൻ അനുവദിക്കും. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, എൻ്റെ അനുഭവത്തിൽ നിന്ന് പൗലോസ് അങ്ങനെ പറയും നമ്മളോടല്ലേ, നിന്ദിക്കപ്പെടാൻ അനുവദിക്കും, അടി കൊള്ളാൻ അനുവദിക്കും, നാണം കെട്ട് ദേശത്തുനിന്ന് ഓടിപ്പോകാൻ വരെ ദൈവം അനുവദിക്കും നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്ത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാ? ശക്തമായിട്ട് നിൽക്കുവാൻ. ഒരു ശക്തമായ വചനസത്യത്തിന് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഏരിയ കറക്റ്റ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ആർക്കും ആരെയും ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് കറക്ഷൻ. എല്ലാവരും അങ്ങ് കൗൺസിലേഴ്സാണ്. എല്ലാവർക്കും മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ ഒരവസരം കിട്ടിയാലോ കേട്ടോണം. ഫോണിൽ കൂടെ ഒക്കെ ഭയങ്കര ഉപദേശമാണ്. ആ ഫോൺ അങ്ങോട്ട് വെക്കുമ്പോൾ മക്കൾ ചോദിക്കുമല്ലോ, ഭാര്യ ചോദിക്കും, ഭർത്താവ് ചോദിക്കും, നിങ്ങളാണോ ഈ പറയുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും പല ആൾക്കാർ ഉപദേശിക്കുവാൻ നമ്മളെല്ലാം അങ്ങ് സമർത്ഥരാണ്, മിടുക്കരാണ്, ഇഷ്ടമാണ്. പക്ഷെ ഉപദേശിക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തായി തീരണം? ഇത് വചനം. മറ്റേ ലോകകാര്യങ്ങളൊക്കെ വേണേൽ ബുദ്ധി ആലോചനയൊക്കെ പറഞ്ഞോ, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ പറയില്ല. പക്ഷേ വചനം ഉപദേശിക്കണമെങ്കിൽ ദൈവം ഏൽപ്പിക്കണം. നമ്മളതിന് യോഗ്യരായിത്തീരണം, നമ്മളതിന് ശക്തരായിത്തീരണം. തിരുവചനത്തിന് ഒരല്പം പോലും മനുഷ്യരാണ്, നമുക്കാർക്കും ആഗ്രഹമേ ഉണ്ട്. കൃപ ആര് തരണം?
ആത്മശക്തി ആര് തരണം? എനിക്കും നിങ്ങൾക്കും സത്യവചനത്തിൽ നിൽക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അതിന് വില കൊടുത്ത് നിൽക്കണം. വചനത്തിൽ നിൽക്കുമ്പോൾ വില കൊടുത്താണ് നിൽക്കുന്നത്. പൗലോസ് ഈ ഓരോ പത്രോസിനെ കറക്റ്റ് ചെയ്യുമ്പോഴും ഓരോരുത്തരെ കറക്റ്റ് ചെയ്യുമ്പോഴും ഗലാത്യ സഭയെ കറക്റ്റ് ചെയ്യുമ്പോൾ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ നമ്മൾ പഠിച്ചല്ലോ. 1 കൊരിന്ത്യരും 2 കൊരിന്ത്യരെയും കറക്റ്റ് ചെയ്യുമ്പോൾ താൻ വില കൊടുത്താണ് നിൽക്കുന്നത്. വില കൊടുക്കാതെ ആരെ നേടുവാൻ കഴിയത്തില്ല. ക്രിസ്തു വില കൊടുത്തിട്ടാണ് നഗ്നനായി നിന്ദിതനായി 2 ക്രിമിനൽസിൻ്റെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടു. താൻ ദൈവമായിട്ട് പോലും വില കൊടുത്തിട്ടാണ് നമ്മളെ നേടിയത്. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരെ നേടണമെങ്കിൽ വില കൊടുക്കാതെ കഴിയത്തില്ല. വില കൊടുത്തോ അതിനൊരു ഫലമുണ്ട്. വില കൊടുക്കാതൊന്നും ആഗോളമായിട്ട് കർത്താവെ കൊച്ചി പട്ടണത്തെ മുഴുവനും അങ്ങോട്ട് അനുഗ്രഹിക്കണേ, എല്ലാവരും അങ്ങോട്ട് വിശ്വാസികൾ, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു വ്യക്തി പോലും പിശാചിൻ്റെ പിടിയിൽ നിന്ന് വരില്ല. ഇത് വ്യക്തിപരമായ വിഷയങ്ങൾ. ഓരോരുത്തരെ അവനെ ബാധിച്ചിരിക്കുന്ന പിശാച്. നിങ്ങളൊരു നീറുള്ള ഒരു മരം കമ്പ് വെട്ടാൻ നോക്കുക, ആ നീറും കൂടെ മുഴുവൻ നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു മൃഗം എന്തെങ്കിലും പിടിച്ചു വെച്ചിരിക്കുക, നിങ്ങൾ ആദ്യം ആരെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്? ആടിനെ രക്ഷിക്കാൻ ആദ്യം എന്തുവാ ദാവീദ് ചെയ്തത്? അല്ല, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ദാവീദ് എന്തുവാ ചെയ്തത്? അവിടെ എല്ലാം ദാവീദ് പറഞ്ഞത്, ആ സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച കർത്താവ് ഈ ജാതീയനായ അഗ്രചർമ്മിയായ ഈ ജയൻറ്റിൻ്റെ മുമ്പിൽ നിന്നും, ഈ ഭീകരൻ്റെ മുമ്പിൽ നിന്നും എന്നെ കർത്താവ് വിടുവിക്കും, ഇസ്രായേലിനെ കർത്താവ് വിടുവിക്കും. അപ്പം ഈ ഒരു ദേശത്തിന് വിടുതലുണ്ടാകണമെങ്കിൽ, ഒരു കുടുംബത്തിന് വിടുതലുണ്ടാകണമെങ്കിൽ, ഒരു സഭയ്ക്ക് വിടുതലുണ്ടാകണമെങ്കിൽ, ഒരു ദേശത്തെ സുവിശേഷ പ്രവർത്തനം അവിടെ നടക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾ എന്ത് കൊടുക്കണം? ഒരല്പം 2 ദിവസം ഒന്ന് ഭരിച്ചപ്പോഴേ നമുക്കറിയാം പറ്റുന്നില്ല, അതിനുള്ള മനസ്സ് ഇല്ല. അപ്പം നമുക്ക് ആദ്യം എന്തിനുള്ള മനസ്സാണ് വേണേ? വില കൊടുക്കുവാൻ. ദൈവമക്കളെ, ഇവിടെ പൗലോസ് ഇത് പറയണമെങ്കിൽ ശക്തമായിട്ട് പ്രൈസ്. ഞാൻ പറഞ്ഞില്ലേ, പത്രോസും യോഹന്നാനും യാക്കോബും എനിക്ക് വിഷമം ഉണ്ടാ കാര്യത്തിൽ പറയുന്നത്. ദേ ബിക്കെയിം ഇൻഫ്ലുവൻസ്ഡ്. അവർ യഹൂദന്മാരെ പേടിച്ച്, അവർ യെരുശലേമിലെ ദേശശക്തി, അവിടുത്തെ കൾച്ചർ, അതൊരു യെരുശലേം അവരുടെ വിശുദ്ധ നഗരം, അപ്പോൾ യഹൂദന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചാലേ അവിടെ നിലനിൽപ്പുള്ളൂ ആ സഭയ്ക്ക് എന്ന് വിചാരിച്ച് അങ്ങനെയാണ് യെരുശലേമിലെ സഭ ക്ഷീണിച്ച് പോയത്. പൗലോസ് കഴിഞ്ഞ നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചില്ലേ, ഞാൻ എങ്ങനെയാ ജാതികളുടെ മധ്യത്തിൽ പ്രസംഗിക്കുന്നത്, അങ്ങനെ തന്നെ ഞാൻ യെരുശലേമിലും പ്രസംഗിക്കും. ഇവിടെ പ്രമുഖന്മാരുണ്ടായിരിക്കും, ഇവിടെ പണക്കാരുണ്ടായിരിക്കും, ഇവിടെ ശാസ്ത്രിമാരുണ്ടായിരിക്കും, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ ഞാൻ അങ്ങനെ തന്നെ പ്രസംഗിക്കും. ഈ ദൈവദാസന്മാർ പത്രോസും യോഹന്നാനും ഒക്കെ ക്ഷീണിച്ചു പോയപ്പോൾ വേറൊരു ശക്തനും ക്ഷീണിച്ചു പോയി. അത് കണ്ട് 13-ാമത്തെ വാക്യം വായിച്ചേ. ഇല്ല, ബർന്നബാസ് ഒരു ശക്തനായിട്ടാണ് വിളിച്ചതും. ബർന്നബാസാണ് പൗലോസിനെ യെരുശലേം ടീമിനോട് പരിചയപ്പെടുത്തിയത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2-ാമത്തെ വാക്യം എടുക്കണ്ട, ആക്സ് 13:2 നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ആ ആക്സ് 13 തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അവർ ദൈവദാസന്മാരെല്ലാം കൂടെ ഉപസിച്ച് പ്രാർത്ഥിച്ച് പൗലോസിനെയും ബർന്നബാസിനെയും, അല്ലെ ശൗലിനെയും ബർന്നബാസിനെയും ദൈവം വിളിച്ച് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു. പിന്നെ മിഷണറി ജേണിയിലൊക്കെ നമുക്ക് എല്ലാ മിഷണറി ജേണിയിൽ തിമോത്തിയോസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന. പക്ഷേ ആദ്യത്തെ ജേണികളിലെല്ലാം നമുക്ക് ആരെ കാണാൻ കൂടെ? ബർന്നബാസിനെ കൂടെ കാണാം. അപ്പോൾ ശക്തരായിട്ട് പൗലോസിനെ വിളിച്ച ദിവസം തന്നെ അതേ അഭിഷേകത്താലും വിടിയാലും ഒക്കെയാണ് ആരെ വിളിച്ചത്? ബർന്നബാസിനെ വിളിച്ചത്. പക്ഷേ ബർന്നബാസും പത്രോസും യോഹന്നാനും ഒക്കെ ഇതിനൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു. അവർ ഈ ജാതികളെയൊക്കെ പരിച്ഛേദന ചെയ്യുന്നു. ഒരു കാര്യം ഇവിടെ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ, പല കാര്യത്തിൽ അവരുടെ പഴയ ആചാരങ്ങൾ പലതും നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലേ, കർത്താവ് പറഞ്ഞു നിങ്ങളുടെ സമ്പ്രദായം, you weaken the word of God by your traditions. ദൈവവചനത്തിനെ ദുർബലമാക്കുക നിങ്ങളുടെ സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ. ഞാൻ ഓർപ്പിച്ചില്ലേ, പെന്തിക്കോസിനും എന്തുണ്ട്? കുറേ ആചാരങ്ങളും കുറേ സിസ്റ്റങ്ങളും കുറേ പിതാക്കന്മാർ തൊട്ട് ആചരിച്ച് വെച്ച് പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ആചരിക്കുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? നമ്മൾ ആരെങ്കിലും ചെയ്തത് കണ്ട് ഇവിടെ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു ദൈവദാസനുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രായമുള്ള ഒരു ദൈവദാസനുമായിട്ട് താൻ പറഞ്ഞത് താൻ വേറൊരു പ്രായമുള്ള ദൈവദാസൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചാണ് തെറ്റായ കാര്യങ്ങൾ. അത് നിമിത്തം തൻ്റെ ശുശ്രൂഷ ശോഭിക്കാത്ത വിഷയങ്ങൾ. ആ അപ്പച്ചനും ഈ അപ്പച്ചനും ഒന്നും അല്ല മാതൃക. വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. പുതിയ വിശ്വാസികളൊക്കെ ചോദിക്കും ദൈവമക്കളെ, അവർ ചോദിക്കും, നമ്മൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പണ്ട് തൊട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പാസ്റ്ററെ അതെവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? പ്രാധാന്യത കൊടുക്കേണ്ടത് ഏതിനാ? നമ്മൾ ഈ ആചാരങ്ങൾക്കും ഈ സിസ്റ്റംസിനും ഒക്കെ ട്രഡീഷൻസ് എന്ന് വേണേൽ പറയാം. യഹൂദന്മാർക്കുള്ള പോലെ നമുക്കും കുറേ ട്രഡീഷൻസ് ഉണ്ട്. അതിൽ നല്ലതും ദൈവ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളതും ജാതികളുടെ മുമ്പിൽ യോഗ്യമായിട്ടുള്ളതും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, സ്വീകരിക്കാൻ പറയും. അല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? മാറ്റണം. ബിക്കോസ് വി ഹവ് ഗോട്ട് മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, മോർ ഡീപ്പ് റെവലേഷൻസ്.
കൂടുതൽ ആഴമേറിയ വെളിപ്പാടുകളുണ്ട്, ഇനിയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇനിയും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ബർന്നബാസും അവരെല്ലാം ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? അപ്പം ഒരു ദൈവദാസൻ ക്ഷീണിച്ചാൽ, പത്രോസ്, യോഹന്നാൻ, ഇവിടെ പത്രോസിനെ പ്രധാനമായിട്ട് പറഞ്ഞു, പത്രോസും അവിടുത്തെ അപ്പോസ്തോലിക ടീം എന്ന് തന്നെ ഞാനങ്ങ് പറയാം, അതാരൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ പലരും എല്ലാവരും ഈ യെരുശലേമിൽ തന്നെ അങ്ങ് നിന്നു. കേരളത്തിൽ തന്നെ ദൈവദാസന്മാർ നിൽക്കും, നോർത്തിലോട്ടൊന്നും പോകത്തില്ലെന്ന് പറയുന്ന പോലെ എല്ലാവരും എന്ത് ചെയ്തു? ആ യെരുശലേമിൽ അവിടെ അവരുടെ കമ്മ്യൂണിറ്റി, ഓൺ കമ്മ്യൂണിറ്റി, ജാതികളുടെ ഇടയ്ക്ക് ചെന്നാൽ ദേ വോണ്ട് ബി അക്സെപ്റ്റഡ്. നമ്മൾ ഈ ബീഹാറിലൊക്കെ പോയി പ്രവർത്തിക്കുന്ന പോലെ ഇരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് ആകുമ്പോൾ കുറഞ്ഞ വർഷം ദേശത്തുനിന്ന് അടിച്ചു ഓടിക്കത്തില്ലല്ലോ, തല്ലിക്കൊല്ലത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവരൊക്കെ കൂടുതലും പേര് ഈ അപ്പോസ്തലന്മാർ യെരുശലേമിലാണ്. യെരുശലേമിലെ സഭ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ബർന്നബാസ് ശക്തനായ ദൈവദാസൻ, ആ ദൈവദാസൻ എന്ത് ചെയ്തു? ക്ഷീണിച്ചത് നമ്മൾ കണ്ടു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പത്രോസും യോഹന്നാനും ഒക്കെ ചെയ്യുന്നത് ശരിയാ എന്ന് വിചാരിച്ച് ശക്തനായ ഒരു ബർന്നബാസ് ക്ഷീണിച്ചു. എനിക്ക് ഭയങ്കര ഹല്ലേലൂയ വിഷമമുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. വിശുദ്ധ ഛർദിയും ഊതി വീഴ്ത്തലും എന്ന് പറഞ്ഞൊക്കെ ഹെഡിങ് ആയിട്ടാണ് പ്രസംഗങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ 25-30 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ദുരുപദേശമാണ് സ്ലേയിങ് ഇൻ ദി സ്പിരിറ്റ്, അല്ലെങ്കിൽ ഈ എല്ലാ ദൈവമക്കളുടെ ഉള്ളിൽ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് ഛർദ്ദിക്കുക. ഇവിടെ ഇങ്ങനെ എത്ര പേരുള്ള കൈവശമുള്ള? നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടില്ലേ? പക്ഷെ അവിടെ ചെയ്താൽ നിങ്ങളെല്ലാവരും ഛർദ്ദിക്കും. കാര്യം ഇതൊരു കർത്താവ് തന്നെ ബൈബിളിൽ തന്നെ പറഞ്ഞു, ബേൽസബൂലിനെ കൊണ്ട് ആ ഭൂതങ്ങളെ ഇളക്കുന്ന ഒരു പരിപാടി, ഭൂതത്തെ കൊണ്ട് ഭൂതങ്ങളെ ഇറക്കുന്ന ഒരു പരിപാടി. പുള്ളി ആരുടെ തലയിൽ കൈവച്ചാലും അങ്ങോട്ട് ഇളകും, അവരങ്ങ് ഭൂതങ്ങളും. അപ്പോൾ ഇത്രയും ഭൂതങ്ങളുകൊണ്ടാണോ ദൈവമക്കൾ നടക്കുന്നില്ല? ശക്തരായ ദൈവമക്കൾ അവിടെ പോയി നിന്നു കൊടുക്കല്ലേ. അവിടെ പുള്ളിയുടെ മുമ്പിൽ പോയി നിന്നു കൊടുക്കുന്നവനും ഇളകും. കാരണം ഒരല്പം പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ഈ ഭൂതത്തിന് മുമ്പിൽ പോയി എന്ത് ചെയ്യത്തില്ല? നിന്നു കൊടുക്കും. ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ ഇളക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്ലേയിങ് ഇൻ ദി സ്പിരിറ്റ്. നിങ്ങൾക്കറിയാം, നാളുകളായിട്ട് അറിയാം, ദൈവമക്കൾക്ക് എല്ലാം അറിയാം. ഈ പുള്ളി അവിടെ എല്ലാവരെയും വിറപ്പിച്ച് താഴെയിടുകയും, പിള്ളേർ ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ, എല്ലാവരും സ്റ്റേജിലോട്ട് കിടന്നു. അവിടെ കിടന്നിട്ട് ആ അകപ്പാട് പുതപ്പുകൾ കൊണ്ടുവരിക, പുതപ്പുകൾ മൂടുക. കാര്യം ഈ അവിടുത്തെ ഡ്രസ്സിങ് അല്ലേ, അല്ലെങ്കിൽ മുട്ടിന് മേളിലോട്ടൊക്കെ ആണല്ലോ. അപ്പം ഈ താഴെ വീഴുന്നുണ്ടേ പിന്നെ തറയിൽ കിടന്ന് സൈക്കിൾ ഔട്ടിലാണല്ലോ. ഇത്രയും അവിടെ കിടന്ന് കാണിക്കുന്ന ഒരു പരിപാടി ഈ സ്ലേയിങ് ഇൻ സ്പിരിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ഈ വീണ് അവിടെ കിടന്ന് കാണിക്കുമ്പോൾ പുതപ്പ് ഇരിക്കുക. അപ്പോൾ ടൺ കണക്കിന് പുതപ്പും കൊണ്ടാണ് വന്നിരിക്കുന്ന ആൾക്കാർ. പെണ്ണുങ്ങൾ വീഴുമ്പോൾ പുതപ്പ് ഈ പരിപാടി എല്ലാം. പിന്നെ അടുത്ത റൗണ്ട്സിൽ ഒരു നീല പാക്കറ്റ്, ഇത്രയും നീല ഡിസ്പോസിബിൾ ഛർദ്ദിക്കാനുള്ള ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ അതിങ്ങനെ ബാഗ് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുക. ആൾക്കാരിരുന്ന് ഭയങ്കര പുള്ളി തൊടുക, ഛർദ്ദിക്കുക. ഇത്രയും പേര് കൈവശമായിട്ട് വന്നിരിക്കുക ഛർദ്ദിക്കാൻ. ഈ പണി മുഴുവൻ അവിടെ കാണിച്ചപ്പോൾ ഈ പഴയ ദൈവദാസന്മാരെല്ലാം സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഒരുത്തന് അഭിഷേകമില്ലായിരുന്നു. നിർത്തണം അവിടെ, സ്റ്റോപ്പ്, മൈക്ക് ഓടിക്കാൻ. ഞാനിത് പറയുവാൻ കാരണം ഞാനും പപ്പയൊക്കെ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. കൺവെൻഷൻ കരീംനഗറിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു പ്രൊഫസറാണ്, ശുശ്രൂഷ, ഒരു ദേവദാസനോടാണ്. വചനം മാറി, ആകപ്പാടം മാറി, ജനത്തെ ഞങ്ങൾ വില കൊടുത്തായിരിക്കുന്നത്. വണ്ടിയും ഡീസലും ഒഴിച്ച് ഞങ്ങൾ ഗ്രാമത്തിൽ പോയി നക്സൽസിൻ്റെ ഇടയ്ക്ക് രാത്രി ഞാൻ പറഞ്ഞില്ല, ആൻറ്റി നക്സൽ സ്ക്വാഡൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് ആ വില കൊടുത്ത ഓരോ മീറ്റിംഗ് നടത്തുന്നത്. ഇയാൾ ഞാൻ മിക്സർ അങ്ങ് താത്തി, ഞാനൊരു പാട്ട് പാടിയിട്ട് പൊക്കോളാം സ്റ്റേജിൽ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഐ ഹാഡ് ടു ഡു ഇല്ല. എനിക്ക് ആ ദേശത്തെ രക്ഷിക്കണമെങ്കിൽ, ആദ്യം പറഞ്ഞ സുവിശേഷം ആ ദേശത്ത് നിലനിൽക്കണമെങ്കിൽ, ഞങ്ങൾ ഇതുവരെയും സുവിശേഷം കേട്ടിട്ടില്ലാത്ത 10-100 ഗ്രാമങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ട് ഓരോ ഗ്രാമത്തിൽ വില കൊടുത്ത് അവിടെ ചെന്നിട്ട് ചൊരയ്ക്ക പോലത്തെ രസം പോലത്തെ സാമ്പാറും അവരുടെ ഒരു പശപ്പച്ചേരി ചോറും ഒക്കെ കഴിച്ച് അവിടെ കഴിഞ്ഞ് വില കൊടുത്ത് അവരുടെ കൂടെ അവിടെ പ്ലൈവുഡ് വീട്ടിലൊക്കെ താമസിച്ച് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു പിശാച് മതി ആ സുവിശേഷം ഇല്ലാതാക്കുവാൻ. അപ്പം അത് കഴിഞ്ഞ് അവിടുത്തെ ദേവദാസൻ പിണങ്ങി, ഈ ഒരു പ്രൊഫസറാ പുള്ളി, ആരും ആയിക്കോട്ടെ, നമുക്കത് വിഷയമല്ല. ദൈവവചനം ദൈവസന്നിധിയിൽ പ്രസംഗിക്കണമെങ്കിൽ സത്യവചനം പ്രസംഗിക്കണം. പപ്പ പലരുടെയും പാൻറ്റ് പിടിച്ച് വിളിച്ച് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാട്ടുപാടി എത്ര പേരെ ഇരുത്തിയ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ മാർഗമില്ല. പൗലോസ് അതാണ് ഇവിടെ ചെയ്തത്. ആ കൺവെൻഷനും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശക്തമായ ദൈവദാസന്മാരൊക്കെ അതിനെതിരെ അവിടെ വെച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസവും പിന്നെ ഇപ്പം ഓരോരുത്തർ ലൈവ് അങ്ങ് ഇടുമ്പോൾ മൊബൈൽ ചുമ്മാതെ ഫ്രണ്ടിലോട്ട് വെച്ച് അങ്ങ് ലൈവ് ഇട്ടാൽ മതി. എല്ലാം ലൈവ് ഇടുക. അഭിഷേകത്തിൻ്റെ പുതപ്പാണ് വേണ്ടത്, അല്ലാതെ കുറേ പുതപ്പുകൾ കൊണ്ടുവന്ന് അവിടെ വീടിനോരുടെ മണ്ടയ്ക്ക് വിരിക്കുമല്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഫോർ എഗൻസ്റ്റ് ചെറുപ്പക്കാരൊക്കെ എനിക്ക് തോന്നുന്നു. ഞാനിത് പറയാൻ കാരണം ഇതൊക്കെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ പഴയ സഭകളിൽ പഴയ ശക്തമായിട്ട് നിന്ന് ഈ നാട്ടിൽ 10-40 വർഷം ശുശ്രൂഷിച്ച ദൈവദാസന്മാർ, പ്രായമുള്ള ദൈവദാസന്മാർ എല്ലാം ഉണ്ടായിരുന്ന വേദിയിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇവരെല്ലാം ഈ ഭൂതമിളകുന്നതും ഇവിടെ കിടന്ന് ഛർദ്ദിക്കുന്നതും നിങ്ങളൊന്ന് വിചാരിച്ച് നോക്ക്. ഇതിവിടെ ഒരു എയർ കണ്ടീഷൻ അടച്ചിരിക്കുന്ന ഒരു ഹോളാണ്. ഇതിൻ്റെ അകത്ത് ഒരാൾ ഛർദ്ദിച്ചാൽ മതി, നിങ്ങളെല്ലാം കൂടി ഛർദ്ദിക്കും. അതിനൊരു വല്ലാത്ത നാറ്റമില്ലേ?
ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരേണ്ട വേദിയിൽ 100 കണക്കിന് ആൾക്കാരെ കൊണ്ട് ഛർദ്ദിപ്പിക്കുവാണ്. എന്തൊരു നാറ്റമായിരിക്കും അവിടെ. നശിപ്പിച്ചില്ല ഈ നമ്മൾ എന്തോ അതിന് പറയേണ്ടത്, നാറ്റിച്ചു ഇല്ലേ? അല്ല, ഇതാണോ പരിശുദ്ധാത്മാരെ? ഞാൻ പറഞ്ഞു ഇവിടെ പറ്റിയതെന്തോ, ബർന്നബാസ് വരെയും ക്ഷീണിച്ചു പോകാൻ കാരണം പത്രോസും അപ്പോസ്തലന്മാരും ഈ യെരൂശലേമിൽ ആൾക്കാർ കൂടാൻ, യഹൂദന്മാർ കൂടുതൽ വരാൻ. നമുക്ക് ഈ കൂടുതലൊന്നും വരണ്ട. അല്ല, ആൾക്കാരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, പക്ഷേ ഇത് നിറയുമ്പോൾ എന്തായി തീരും? ഞാനും എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത കൊല്ലം 2 സെൻറ്റ് വല്ലതും വിൽക്കുവാണ്, നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവോ? അവർ വിറ്റില്ല എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും മാറി ആരാധിക്കാം. പക്ഷേ ഇതാദ്യം നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റത്തില്ല. നമ്മൾ സത്യവചനത്തിൽ നിൽക്കുമ്പോൾ, സത്യാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ, ക്രൂശിൻ്റെ വചനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ മണവാട്ടിയായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാത്തിലും സകലത്തിലും ക്രിസ്തുവിൻ്റെ തല. ഈ ചിലരൊക്കെ പഠിപ്പിക്കുന്നവർ കുറച്ച് പേര് മണവാട്ടി, അവർ വിശുദ്ധന്മാർ, ബാക്കിയുള്ള സാധാ വിശ്വാസി, അവർക്കൊരു പായൊക്കെ വിരിച്ച് സ്വർണ്ണോ. ബൈബിൾ അനുസരിച്ച് ഒരു സ്ഥാനമേ ഉള്ളൂ, കാരണം അത് ശ്രേഷ്ഠ പദവിയാണ്. എല്ലാവരും ഇല്ല. കർത്താവിൻ്റെ മണവാട്ടി മണിയറയിൽ കടക്കും. അത് കഴിഞ്ഞ് ഒത്തിരി പേര് അവിടെ വന്ന് കൊട്ടിയിട്ട് പറയും, ഓ അങ്ങയുടെ നാമത്തിൽ വലിയ വേല ചെയ്തു, അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, ഐ ഡി നോട്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, എന്നെ വിട്ട് പോകുവീൻ. ഗലാത്യ സഭ അല്ലെങ്കിൽ ബർന്നബാസിനെ ജീവിപ്പിച്ചിട്ട് 14-15 വായിച്ചാൽ, ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? ഇവിടെ എഴുതിയിരിക്കുന്നു, നീ പിന്നെ എന്തിനാ ശുശ്രൂഷിക്കുന്നത്? ക്രിസ്തു എന്തിനാ വന്നത്? ആ താഴോട്ട് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു പിന്നെ എന്തിനാ ക്രൂശിൽ മരിച്ചത്? യഹൂദനെ രക്ഷിക്കാനല്ല ക്രിസ്തു മരിച്ചത്. യഹൂദൻ ആദ്യം ചാൻസ് കൊടുത്തു, ജാതികളെയും യഹൂദനെയും എല്ലാ മനുഷ്യവർഗം, ഫോർ ഓൾ മാൻ കൈൻഡ്. നീ പിന്നെ ഇങ്ങനെ യഹൂദ മര്യാദകളും ട്രഡീഷൻസും ഒക്കെ നീ അനുസരിച്ചാൽ എങ്ങനെ അവരെ പ്രാഗൽഭ്യത്തോട് ജാതികളുടെ മധ്യത്തിൽ? ഈ അന്ത്യോക്യയിൽ ഇങ്ങനൊരു പരിപാടി കാണിച്ചു. ഏതാ? യഹൂദന്മാർ വന്നപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ജാതികളുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് യഹൂദന്മാരുടെ കൂടെ പോയിരുന്നു. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങൾ. പിന്നെ തീത്തോസിനെ പരിച്ഛേദന ഏൽക്കുവാൻ ശക്തമായിട്ട് യെരൂശലേമിൽ ഞാൻ ചെന്നപ്പോൾ പത്രോസിൻ്റെയും എല്ലാം ആ സഭ, യെരൂശലേമിലെ മെയിൻ സഭ, ശക്തമായിട്ട് അവിടുത്തെ കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ യഹൂദ മര്യാദകൾ നീ ആചരിച്ച് കഴിഞ്ഞാൽ അല്ലേ നീ എന്തുവാ ചെയ്യുന്നത്? You are weakening the word of God by your traditions. എന്ന് യേശു കർത്താവ് മത്തായിലും മർക്കോസിലും ഒക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ സമ്പ്രദായ നിമിത്തം ദൈവവചനത്തിൻ്റെ ശക്തി ഇല്ലാതാക്കുക, യേശുവിൻ്റെ നാമത്തിൻ്റെ വില ഇല്ലാതാക്കുക, സുവിശേഷത്തിൻ്റെ പ്രസക്തി ഇല്ലാതാക്കുക, സുവിശേഷത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുക. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും നമ്മുടെ കയ്പും എല്ലാവരും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥകളും ഒക്കെ നിമിത്തം പലപ്പോഴും പിശാച് ജയിപ്പിക്കുന്ന നമ്മളിൽ കൂടെ എന്തു ചെയ്യുക? സുവിശേഷത്തിൻ്റെ ആ പ്രവൃത്തി, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വർക്ക് ഓഫ് ദ മിനിസ്ട്രി അല്ലെങ്കിൽ ദ ഗോസ്പൽ അത് ഇല്ലാതാക്കുക. അതുകൊണ്ട് ശക്തമായി 14-15 പറയുക, എന്തിനാ പിന്നെ വിളിച്ചത്? എന്തിനാ നിന്നെ വിളിച്ചത്? എന്തിനാ നീ സുവിശേഷം പ്രസംഗിക്കുന്നത്? ഇങ്ങനത്തെ പരിപാടി കാണിക്കാനാണോ? എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ഇത് പത്രോസിനെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിപ്പിക്കേണ്ടതായിട്ട് വരുക. പത്രോസ് ഉടനെ നമ്മളാണ് എന്ത് പറയും, എന്നെ പഠിപ്പിക്കാനൊന്നും പറയണ്ട പൗലോസേ, നീ ഇവിടെ അന്ത്യോക്യയിലും ദമസ്കസിലും ഒക്കെ ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ട് സ്തെഫാനോസിനെ കല്ലെറിയുവാൻ പത്രവുമായിട്ടൊക്കെ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? 3000 പേര് ഒറ്റ ദിവസം സ്നാനപ്പെട്ട് പിന്നെ എത്ര ആയിരക്കണക്കിന് 100 കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരുടെ പാസ്റ്ററായിട്ട് ശക്തനായിട്ട് ഇവർ പ്രവർത്തിച്ചു തുടങ്ങി. അന്ന് നീ വിശ്വാസി വന്നിട്ടില്ല, നീ ആത്മീയ ശിശുവാണ് എന്നൊക്കെ വേണേൽ പത്രോസിന് പറയാം. ഇസ്ലോട്ട് ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? പൗലോസ് പഠിപ്പിക്കുക ആദ്യം തൊട്ട്, നിനക്കറിയത്തില്ല. ഇത് തന്നെയാണ് പത്രോസ് ആദ്യം പ്രസംഗിച്ച, നിനക്കറിയത്തില്ലയോ വി ബിക്കം ജസ്റ്റിഫൈഡ് ബൈ ദ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ഒരു പ്രവൃത്തിയാലും അല്ല, ഒരാചാരത്താലും അല്ല, ഒരു പഴയ നിയമത്തിലല്ല. പിന്നെ എന്തിനാ പഴയ നിയമം? അപ്പം ആ ഒരു പഴയ നിയമ ഉപദേശത്തിലോ അതിൻ്റെ അകത്താണ് പരിച്ഛേദന വരുന്നത്, അതിൻ്റെ അകത്താണ് കർമ്മങ്ങൾ വരുന്നത്, അതിൻ്റെ അകത്താണ് യഹൂദന് പ്രാധാന്യത വരുന്നത്, ജാതികളും യഹൂദനും വ്യത്യാസം വരുന്നത്. അതിനു വേണ്ടിയാണ് കർത്താവ് ഒരു പുതിയ നിയമപ്രമാണം തന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്താലല്ല, ഒരു സഭയുടെ ഉപദേശവുമല്ല, ഒരു സഭയ്ക്ക് അതിൻ്റെ ഉപദേശങ്ങളും കൗൺസിൽ മീറ്റിങ്ങും ഭേദഗതികളൊക്കെ നോ. കേരള പെന്തിക്കോസോ അല്ലല്ലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പഴയ PCO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെ ഉപദേശമോ ഒന്നും അല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് യു ബിക്കം ജസ്റ്റിഫൈഡ്.
എന്തുവാ ജസ്റ്റിഫൈഡ്? ഇപ്പം ഇവിടെ ഡീഹ്യൂമിഡിഫയർ എന്നൊക്കെ പറയും. ഈ മുറിക്കകത്ത് ഹ്യൂമിഡിറ്റി അല്ല, AC ഒരു ഡീഹ്യൂമിഡിഫയർ ആയിട്ടോട് പ്രവർത്തിക്കുന്നത് അല്ലേ, ഹ്യൂമിഡിറ്റി എല്ലാം വെളിയിൽ കളയും. പല മെഷീൻസ് ഉണ്ട്, അതിൻ്റെ അകത്തെ ആ കീടൻ മാറ്റുന്ന മെഷീൻസ് ഉണ്ട്, ഇംപ്യൂരിറ്റീസ് മാറ്റുന്ന. എന്തുവാ ജസ്റ്റിഫിക്കേഷൻ? നീതീകരണം പ്രാപിക്കുക. ആരും ന്യായപ്രമാണത്താൽ, റോമാലേഖനത്തിൽ എഴുതിയിട്ടില്ല, പഴയ നിയമം കൊണ്ട് ആരും നീതീകരണം, നോ വൺ ഈസ് ജസ്റ്റിഫൈഡ് ബൈ ദ ലോ. പഴയ നിയമവും പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതുകൊണ്ടാണ് കൃപയാൽ സങ്കീർത്തനം നമ്മൾ പല റൗണ്ട്സ് പഠിച്ചു, ഇടയ്ക്കൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പഴയ നിയമ പ്രവചന പുസ്തകങ്ങളൊക്കെ നമ്മളെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുന്നു. നമ്മൾ ബൈബിൾ ക്ലാസ് ആയിട്ട് തന്നെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് കഴിഞ്ഞ നാളുകൾ നമ്മൾ പഠിച്ചു. പഴയ നിയമം വേണ്ട എന്നല്ല പറയുന്നത്, ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, സ്തോത്രം അല്ല. പക്ഷെ പഴയ നിയമം കൊണ്ട് ആരും കർത്താവിൻ്റെ മണവാട്ടിയായി തീരത്തില്ല. പഴയ നിയമം കൊണ്ട് ആരും സ്വർഗത്തിന് യോഗ്യരായി തീരത്തില്ല. പുതിയ നിയമം പ്രൂവ് ചെയ്യുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഴയ നിയമം എടുത്ത് യഹോവയായ ദൈവം ഹല്ലേലൂയ ഇസ്രായേലിനോട് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കഴിഞ്ഞ നാളുകൾ അത് പുതിയ നിയമം സ്ഥാപിക്കപ്പെടുവാൻ അപ്പോസ്തലന്മാരും അങ്ങനെയാണ് ശുശ്രൂഷ, യേശു കർത്താവും അങ്ങനെയാണ് ശുശ്രൂഷത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ താഴോട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പാപം ഓരോന്നും ഇല്ലാതാക്കുക. ഇവിടെ പാപമില്ലാത്തവരാരെങ്കിലും ഇരിപ്പുണ്ടോ? ഒന്ന് കൈപ്പൊക്കിക്കുക. എനിക്ക് പോലും കൈവെക്കാൻ പറ്റത്തില്ല. കാര്യം പാപമില്ലാത്തവരല്ല നമ്മൾ ആരും, നമ്മളൊക്കെ മനുഷ്യരാണ്, ഈ ജഡത്തിലാണ് വസിക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അഗ്നിശോധനയിൽ ഒക്കെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാം? ഈ ഡീഹ്യൂമിഡിഫൈ എന്ന് പറഞ്ഞല്ലോ, ഡീസിൻ എന്ന് വേണം ഞാനൊരു ടേം അങ്ങ് പറയാം. ഈ പാപം ഇല്ലാതാക്കി തീർക്കുവാൻ, എന്നിൽ പൊങ്ങി വരുന്ന പാപം ഇല്ലാതാക്കി തീർക്കുവാൻ, നിങ്ങളിൽ പൊങ്ങി വരുന്ന പാപം ഇല്ലാതാക്കി തീർക്കുവാൻ. പത്രോസ് പോലും അറിയാതാണ്. പത്രോസിൻ്റെ ഉള്ളിൽ തൻ്റെ കമ്മ്യൂണിറ്റിയോടുള്ളൊരു സ്നേഹവും യഹൂദനോടൊരു ഭയങ്കര ഇഷ്ടവും, യഹൂദനെ മാത്രമേ ജാതിയോടൊരു ഇഷ്ടമല്ലാത്ത അവസ്ഥ എവിടെ ഉണ്ട്? ഉള്ളിലുണ്ട്. താനതല്ല പ്രസംഗിക്കുന്നത്, പക്ഷെ ഉള്ളിലുണ്ട്. അവിടെ താൻ പോലും അറിയാതെ യഹൂദന്മാർ വന്നപ്പോൾ താനങ്ങ് എടുത്തിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി യഹൂദന്മാരോടിരുന്നു. അപ്പോഴാണ് താൻ പത്രോസ് ശാസിച്ചപ്പോഴാണ്, പൗലോസ് കറക്റ്റ് ചെയ്തപ്പോഴാണ് താനും വിചാരിക്കുന്നത് ചെയ്തത് എന്തായിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും ദൈവം അനുവദിക്കാറില്ലേ? നമ്മൾ പോലും അറിയാതെ ചില പാപചിന്തകൾ, ചില പാപപ്രവൃത്തികൾ, ചില സാത്താൻ്റെ ചില ബലഹീനതകൾ, ഇതെവിടെ കിടപ്പുണ്ട്? ഇത് ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? മരിക്കണം. ഓരോരോ ജഡത്തിൻ്റെ സ്വഭാവം കൊല്ലണം. നമ്മൾ എന്തുവാ ചെയ്യുന്നത്? തലയ്ക്കൊരടി കൊടുത്തിട്ട് മയക്കി അങ്ങ്, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ പാപം എവിടെ ഇരിപ്പുണ്ട്? വചന വെളിച്ചം ഉള്ളതുകൊണ്ടാണ് ഞായറാഴ്ച നമ്മൾ അത്യാവശ്യം കൃപയോടുകൂടി നിൽക്കുന്നത്. ബൈബിൾ ക്ലാസ് കേൾക്കുന്ന ദിവസമൊക്കെ നമ്മൾ അത്യാവശ്യം കൃപയോട് നിൽക്കുന്ന എന്തുവാണ്? വചന വെളിച്ചം. ഈ വചന വെളിച്ചം ബാക്കിയുള്ള ദിവസങ്ങൾ ഇന്ന് കുറയുമ്പോൾ, നമ്മൾ വചനം പേഴ്സണലായിട്ട് ധ്യാനിക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുട്ട് കൂടും. ഇരുട്ടത്ത് എന്ത് വരും? ഈ പാപപ്രവൃത്തികൾ വരും. അപ്പം ഒളിഞ്ഞു കിടക്കുന്ന പല എൻ്റെയും നിങ്ങളുടെയും, ഞാനും മനുഷ്യനാ, നിങ്ങളും മനുഷ്യനാ, നമ്മളെല്ലാം പച്ച മനുഷ്യനാണ്. കർത്താവ് സ്വർഗീയ ശരീരം തരുന്നവരെയും നമ്മൾ ഈ ജഡ സ്വഭാവത്തിലാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അറിയാതെ ഇടയ്ക്ക് ദൈവം അനുവദിക്കും പഴയ ബലഹീനത പൊങ്ങി വരുവാൻ. അപ്പോഴാണ് സാംസം മനസ്സിലാകുന്ന, ദൈവമേ, ഈ പാസ്റ്ററായിട്ടിരുന്ന് ഈ വെള്ള ഷർട്ടൊക്കെ ഇട്ട് നടന്നിട്ട് ഇതെൻ്റെ ഉള്ളിൽ പാത്തിരിപ്പുണ്ടായിരുന്നോ? പത്രോസിന് മനസ്സിലായി, അയ്യോ ന്യായ പ്രമാണത്തോടൊരു സ്നേഹവും യഹൂദനെ ഉൾക്കൊള്ളുവാൻ ജാതിയനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ പിന്നെ തർക്കിക്കാനോ നിൽക്കല്ല, വാദിക്കാനോ നിൽക്കല്ല, നീതീകരിക്കാൻ നിൽക്കല്ല. നമ്മൾ നീതീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഒന്ന് വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്ക് 16:15. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നവരാ. അയ്യോ ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് തന്നെ അതിന് കുഴപ്പം. പക്ഷേ അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ടല്ലോ. എവിടുന്നെങ്കിലും പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യമൊക്കെ കണ്ടുപിടിച്ച് ഇസ്രായേൽ ക്ഷീണിച്ച് പോയിരുന്ന കാലത്ത് അവർ ചെയ്ത ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ടല്ലോ. അവരങ്ങനെ ചെയ്തല്ലോ, എന്നിട്ട് ദൈവം ഒന്നും ചെയ്തില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഈ നമ്മളെ തന്നെ നീതീകരിക്കുന്നു. ഇവിടെ കർത്താവ് പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നോ പ്രൈസ് ലോർഡ്, നിങ്ങൾ എത്ര നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളെ നീതീകരിക്കാൻ ശ്രമിച്ചാലും, നിങ്ങളുടെ വർത്തമാനം കൊണ്ട്, നിങ്ങളുടെ ജ്ഞാനം കൊണ്ട് എക്സ്ക്യൂസ് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ ഒരിക്കലും നീതീകരണം പ്രാപിക്കത്തില്ല. അപ്പം എങ്ങനെയാണ് നീതീകരണം പ്രാപിക്കുന്നത്? പൗലോസ് പറയുക, പ്രൈസ് ലോർഡ്, പത്രോസിനെ ഓർപ്പിക്കുക, ശ്രേഷ്ഠ അപ്പോസ്തലനെ ഓർപ്പിക്കുക. പ്രവൃത്തിയാലല്ല, പരിച്ഛേദന ആവശ്യമില്ല, യഹൂദൻ്റെ പ്രവൃത്തിയൊന്നും ആവശ്യമില്ല, ആചാരം ആവശ്യമില്ല, അവരെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ വന്നാലും വന്നില്ലേലും ദൈവത്തിന് ഇതൊന്നും വിഷയവുമല്ല. വരുവാണ് എന്ത് ചെയ്യണം? പൂർണ്ണ സമർപ്പണത്തോട് വരണം. ഞാൻ പറഞ്ഞല്ലോ, നീതീകരണം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥന ഉള്ളവരാണോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും?
കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നേ ഇല്ല. അത് സമുദായത്തിലുണ്ടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു, ഉണ്ട്, നല്ല കാര്യം. അതുണ്ടെങ്കിലും കൊള്ളാം, ഉണ്ടെങ്കിൽ നല്ലതാണ്, ഒന്നുകൂടെ നല്ലതാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഏതാ? കർത്താവ് പറഞ്ഞ പ്രാർത്ഥന, ഗോ ഇൻ ടു യുവർ റൂം, ഷട്ട് ദ ഡോർ ആൻഡ് ടോക്ക് ടു യുവർ ഫാദർ. കഥ അടച്ച് എന്തിനാ? ഏകാഗ്രത. ഞാൻ കർത്താവിൻ്റെ സന്ധിയിൽ എൻ്റെ ഹൃദയം തുറക്കുന്നതും കരയുന്നതും എൻ്റെ ഭാര്യയും മക്കളും കാണാതിരിക്കാൻ വേണ്ടി. എനിക്ക് ഫ്രീഡം ഉണ്ട്. ഐ ഹാവ് ഫ്രീഡം ഇൻ ദ സ്പിരിറ്റ്. എൻ്റെ ഉള്ള അവസ്ഥ കർത്താവിനോട് ഏറ്റു പറയുന്നത്, എൻ്റെ ബലഹീനതകൾ കർത്താവിനോട് ഏറ്റു പറയുന്നത്, കർത്താവ് ഇന്ന ഏരിയയിൽ എനിക്ക് ബലം വേണം എന്ന് പറയുന്നത്, കർത്താവെ ഹല്ലേലൂയ ശക്തമായിട്ട് നിൽക്കണമെങ്കിൽ എന്നെ ഇന്ന വിഷയത്തിൽ ദൈവം ഇടപെടണമേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും കർത്താവുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ അത് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 4 നേരം കഴിക്കത്തില്ലേ? അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? ആ സമയം ഇത് ഈ പ്രാർത്ഥിക്കുമ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയാകത്തുള്ളൂ ആരാ പറഞ്ഞ്? അതൊക്കെ പഴയ ആചാരങ്ങളല്ലേ. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ്, ഇനി അതിൽ കൂടുതലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒന്ന് ഏകാഗ്രതയോട് ദൈവസന്ധിയിൽ ഒരു അല്പസമയം ഒരു ബ്രേക്ക് ദൈവം തരുമ്പോൾ എന്ത് ചെയ്യണം? ഗോ ആൻഡ് നീൽ. കഴിയുന്ന അത്രയും നീൽ. ലെറ്റ് യുവർ നീസ് ബെൻഡ്. പ്രൈസ് ലോർഡ്. അല്ല, മുട്ടൊക്കെ ഒന്ന് മടങ്ങട്ടെ. അല്ല, നീൽ ബിഫോർ ദ ക്രിയേറ്റർ എന്ന ദൈവത്തിൻ്റെ വചനമാണ്. സൃഷ്ടാവിന് മുമ്പിൽ എന്ത് ചെയ്യണം? മുട്ടുമടക്കാൻ. സകല മുട്ടും മടങ്ങും യേശുവിൻ്റെ നാമത്തിൽ. ഇതൊന്നും വെറുതെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ഏത് ട്രാൻസ്ലേഷൻ, ഏത് ലാംഗ്വേജ് എടുത്തോ നമുക്ക് എക്സ്ക്യൂസസ് കാണും. കർത്താവ് പറയുന്ന മുട്ട് മടങ്ങട്ടെന്ന് അല്ലല്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്ധിയിൽ ഒന്ന് മുട്ട് മടക്കുവാൻ, ഇനി തീരെ മടങ്ങുന്നില്ലെങ്കിൽ കഴിയുന്ന പോലെ ദൈവസന്ധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് കർത്താവിൻ്റെ സന്ധിയിൽ ആ വ്യക്തിപരമായ പ്രാർത്ഥന. ഇവിടെ ഞാൻ പറഞ്ഞ കൊരിന്തിയ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ മാറിപ്പോയി. അവർ പിന്നെ നാളുകളുകൊണ്ടാണ് മാറിപ്പോയി. ഗലാത്യ സഭയെ പറയുന്നത് 3-ാമത്തെ അധ്യായം നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകും. അവിടെ എഴുതിയേക്കുന്നത്, ഓ ഫൂളിഷ് ഗലേഷ്യൻസ്, മൂഢരാണോ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ആരാ നിങ്ങൾ ശുദ്രം ചെയ്ത്? ഈ ബുദ്ധി ഇല്ലാത്തതെന്ന് പറയാൻ കാരണം എന്നാ? ചുമ്മാ അവരെ അങ്ങ് ബ്ലെയിം ചെയ്യുമൊന്നുമല്ല, ചുമ്മാ അങ്ങ് കുറ്റപ്പെടുത്തുമൊന്നുമല്ല. ചിലർ പറയും ഡു നോട്ട് ജഡ്ജ് എന്നൊക്കെ പറയും. ഇത് ജഡ്ജൊന്നും അല്ല, ഇത് എക്സോട്ടേഷനാണ്. അല്ല പ്രൈസ്, ഇത് ഉപദേശമാണ്. ഇത് എന്തുകൊണ്ടാണ് ബുദ്ധി? അവർ ചിന്തിക്കാതെ യേശു എന്തിനു വന്നു, യേശു കർത്താവ് എന്തിനു വില കൊടുത്തു? നിങ്ങൾ ഈ മനുഷ്യനെ സന്തോഷിപ്പിച്ച് പിന്നെ പോയി നിൽക്കേണ്ടതല്ലേ ദൈവത്തിൻ്റെ ന്യായ വിസ്താരത്തിന് മുമ്പിൽ? ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ? നിൻ്റെ വിളിയും അനുസരിച്ചും ഈ സത്യവചന ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഈ തിരുവചന പ്രകാരം അന്ന് കർത്താവിന് ഒരു മേഴ്സിയും ഇല്ല. യേശു കർത്താവിന് അന്ന് ഒരു ദയയുമില്ല, ഒരു കരുണയുമില്ല, ഒരു കൃപയുമില്ല. നമ്മൾ ആരാണേലും കർത്താവിന് ഒരു വിഷയമല്ല. ദാറ്റ് ഈസ് വൈ ഹീസ് കോൾഡ് എ റൈച്ചസ് ജഡ്ജ്, ഒരു നീതിയുള്ള ന്യായ കർത്താവായിട്ട്. അന്ന് ദൈവത്തിന് മുമ്പിൽ എൻ്റെ എക്സ്ക്യൂസ് ഒന്നും പോകത്തില്ല. ദൈവമക്കളെ, നാക്കൊക്കെ ഇറങ്ങിപ്പോവും, മുട്ടൊക്കെ കിടന്ന് വിറയ്ക്കും. പ്രൈസ് ലോർഡ്. അന്ന് കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് പ്രാഗൽഭ്യത്തോടുകൂടി, അന്ന് അനേകരിൽ ലജ്ജിതരായി തല കുനിച്ച് അവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, അന്ന് പ്രാഗൽഭ്യത്തോടുകൂടി തല ഉയർത്തി നിൽക്കണമെങ്കിൽ വചനത്തിന് വേണ്ടി നിൽക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. ആൾക്കാർ കൂടിയാലും ഇല്ലേലും അതൊന്നും വിഷയമല്ല. പ്രൈസ്, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. ഗലാത്യ സഭയോടും കൊരിന്ത്യ സഭയോടും എഫെസ്യ സഭയോടും ഒക്കെ പറഞ്ഞ് ബി യുണൈറ്റഡ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുവാൻ കാരണം, ഞാനിപ്പോൾ നേരത്തെ ഒരു മീറ്റിംഗ് പറഞ്ഞില്ല, ഒരു ഉദാഹരണമായിട്ട്. അവിടെ 2 പക്ഷമാണ്, അതിനെ ഫേവർ ചെയ്യുന്നവരും എഗൻസ്റ്റും. പിന്നെ ഹൗ കൻ ദേ ബി യുണൈറ്റഡ് ഇൻ ദ സ്പിരിറ്റ്? അല്ല, ഇവിടെ ഇരിക്കുന്നവർ പലരും പല കാഴ്ചപ്പാടാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആത്മാവിൽ ഐക്യപ്പെടാൻ പറ്റുന്നത്? ആത്മാവിൽ ഐക്യപ്പെടാതെ കർത്താവിൻ്റെ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഇറങ്ങി വരത്തുമില്ല. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോഴാണ് കൊച്ചിയെ ഭരിക്കുന്ന ദേശശക്തിയും പിശാചും ഒക്കെ ഓടിപ്പോകുന്നത്. അല്ലാതെ നമ്മളിവിടെ ബഹളമൊന്നും ഉണ്ടാക്കിയാലൊന്നുമില്ല. പ്രൈസ് ലോർഡ്. അല്ലേ, നമ്മൾ ആത്മാവിലൊന്ന് ഐക്യപ്പെട്ട് ഒരേ കാഴ്ചപ്പാട് നിൽക്കുന്ന നിമിഷം ഹല്ലേലൂയ, നമുക്ക് ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് ജയം ലഭിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. പെട്ടെന്ന് 1-2 വാക്യം കൊടുത്ത് വായിച്ചാണ്. 17-ാമത്തെ വാക്യം. പലർക്കും ഡൗട്ടുള്ള ഒരു വാക്യമാണ്. എന്ത് ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരൻ? ഒരു നാളുമല്ല. കർത്താവ് വന്നു. കർത്താവ് ഒരു പഴയ നിയമ ഭക്തനായിട്ടാണ് വന്നത്. കാരണം പഴയ നിയമത്തിൻ്റെ കാലഘട്ടമാണ്. കർത്താവ് മരിച്ചാലേ പുതിയ നിയമം തുടങ്ങത്തുള്ളൂ. കർത്താവ് സിനഗോഗിൽ പ്രസംഗിച്ചു, അവരുടെ ട്രഡീഷൻസ് ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ യശയാപ്രവചനത്തിൽ. പക്ഷേ കർത്താവ് പ്രസംഗിച്ച ന്യായപ്രമാണത്തെ നീതീകരിച്ചല്ല. കർത്താവ് പ്രസംഗിച്ചത് ഇനി വരാനിരിക്കുന്ന ഒരു രക്ഷയെ പറ്റിയാണ് കർത്താവ് പ്രസംഗിച്ചത്. അപ്പോൾ കർത്താവ് യഹൂദ, അപ്പോൾ ഇവരൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവ് യഹൂദനല്ലായിരുന്നു? കർത്താവ് യഹൂദ ഗോത്രത്തിലല്ലേ വന്നത്? കർത്താവ് സിനഗോഗിലല്ലേ പ്രസംഗിച്ചത്? പിന്നെ ഞങ്ങൾക്ക് പരിച്ഛേദന ഏൽക്കാനും ഓരോ കർമ്മത്തിനു വേണ്ടി യെരൂശലേം ദേവാലയത്തിൽ പോകുന്നതിന് എന്നാ കുഴപ്പം?
കർത്താവ് ഈ യെരൂശലേം ദേവാലയത്തിലല്ലേ പ്രസംഗിച്ചത്? അതുകൊണ്ട് അവിടെ കർത്താവ് എഴുതിയേക്കുന്നത് കർത്താവ് ന്യായപ്രമാണമല്ല പ്രസംഗിച്ചത്, ന്യായപ്രമാണം വായിച്ചിട്ട് കർത്താവ് വരുവാനിരിക്കുന്ന മെഷിഹായെ പറ്റിയാണ് പ്രസംഗിച്ചത്. താൻ തന്നിൽ കൂടെ ഉണ്ടാകാൻ പോകുന്ന രക്ഷയെ പറ്റിയാണ് പ്രസംഗിച്ചത്. എല്ലാ മനുഷ്യവർഗത്തിനും. അപ്പം കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ ആചാരത്തിലല്ല ജീവിച്ചത്, പാപത്തിൻ്റെ എതിരെയാണ് പ്രസംഗിച്ചത്. ചാട്ടവാർ എടുത്തിട്ട് അവിടെ ആളിനെ കൂട്ടുന്ന പദ്ധതി അല്ലായിരുന്നു, ഉള്ള കൂട്ടത്തെ എന്ത് ചെയ്ത് അടിച്ചോടിക്കുവാൻ. ജഡീകനും യേശുവിൻ്റെ നാമത്തിൽ കാശുണ്ടാക്കുന്നവനും ബിസിനസ്സുകാരനും ഈ കർത്താവിൻ്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കുന്ന ബിസിനസ്സുകാരെ എല്ലാം കർത്താവ് എന്ത് ചെയ്ത് അവരുടെ കാശിൻ്റെ മേശയൊക്കെ കർത്താവ് കമത്തിയം കിട്ടും. കുതിരയെ അടിക്കുന്ന ചാട്ടവാർ, അങ്ങനെയല്ല ബൈബിൾ എഴുതിയേക്കുന്നത്. ഈ വിബ്ദം ചാട്ടവാർ എടുത്ത് കർത്താവ് എരിവിൽ ആത്മാവിൽ എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ എന്താക്കി തീർക്കുന്നു. ഇതാണ് സാത്താൻ ഇഷ്ടം. ഓരോ ദേവാലയവും, ഓരോ പ്രാർത്ഥനാ കൂട്ടം, ഓരോ ദേശത്തെ സഭയും കള്ളന്മാരുടെ ഒരു കൂട്ടമാക്കി തീർക്കുവാൻ, എന്ന് വെച്ചാൽ കപടഭക്തിക്കാരുടെ ഒരു കൂട്ടമാക്കി തീർക്കുവാൻ സാത്താൻ അന്ന് തൊട്ട് പ്രവർത്തനം തുടങ്ങി. നമുക്ക് ശക്തമായി നിൽക്കാം. എന്നിട്ട് പൗലോസ് പറഞ്ഞു നിർത്തുക. യെസ് 18. ഞാൻ എന്തുവായാലും ഇതിനൊന്നും കൂട്ട് നിൽക്കത്തില്ല. ഒരു കാലത്ത് ഈ യഹൂദ കൗൺസിലിന് വേണ്ടി ഞാൻ നിന്നതാ. ഒരു കാലത്ത് ഈ പുരോഹിതന്മാരെ, ഈ സന്നിധൻ സംഘത്തെയൊക്കെ സന്തോഷിപ്പിക്കാൻ, മഹാപുരോഹിതനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഞാൻ നിന്നതാ. എനിക്ക് ഇടയ്ക്ക് ഞാൻ പിന്നെയും ഒന്ന് കോംപ്രമൈസ് ചെയ്ത് ഒരാളുടെ തലമുണ്ടനം ചെയ്യാൻ സ്പോൺസർ ചെയ്യാൻ അതിൻ്റെ അകത്ത് കയറിയതാ. ഇനി ഞാൻ അതിൻ്റെ അകത്ത് കയറത്തില്ല. കോമ്പൗണ്ടിൽ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പഴയ പള്ളി വിട്ടതൊക്കെ എന്തുവാ? വിട്ടതാ. തീരുമാനമെടുത്തതൊക്കെ എന്തുവാ? തീരുമാനമാ. ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ കൃപ തരണമേ. പൗലോസിൻ്റെ പ്രാർത്ഥനയിലാണ് പൗലോസ് നിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന അതൊക്കെയാണോ? ലോകത്തിൽ അത് തരണം ഇത് തരണമേ എന്നൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അങ്ങോട്ട് വിട്ടിട്ട്, ജഡിക പ്രാർത്ഥന വിട്ടിട്ട്, കർത്താവേ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് രോഗം വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാനും, ഹല്ലേലൂയ, ഏതൊരു വിഷയത്തിലും കർത്താവിൽ മാത്രം നോക്കുവാനും, ദൈവാലോചന പ്രകാരം മുൻപോട്ട് പോകാൻ, രക്ഷിക്കപ്പെട്ട സമയത്തോട്ട് ആത്മാവിൻ്റെ പ്രേരണയിൽ നമ്മൾ ദൈവസ്ഥയിൽ എടുത്തിരിക്കുന്ന തീരുമാനമൊക്കെ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഒന്ന് അയവിറക്കട്ടെ. പിന്നെ നമ്മൾ ഈ ദുരുപദേശത്തിൻ്റെ പുറയിലും ഉദിവീഴ്ത്തലിൻ്റെ പുറയിലും, ഹല്ലേലൂയ, വിശുദ്ധ ശർത്തിയുടെ പുറയിലും, അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടെന്നേ. ഇവിടെ ഈ ടൗണിൽ നടക്കുന്നുണ്ട്. ഈ ടൗണിൽ പല ന്യൂജൻ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റിനെ വിളിച്ച ആൾക്കാർ നടത്തുന്നുണ്ട്. സ്തോത്രം. പപക്ഷേ പഴയ വിശ്വാസികൾ ഒരു കാലത്ത് സത്യത്തിന് വേണ്ടി നിന്നവർ മാറിപ്പോകുമ്പോഴാണ് കർത്താവിന് വേദന വരുന്നത്. ബിക്കോസ് ലോർഡ് ഹസ് ട്രെയിൻഡ് ദം. സ്തോത്രം. നല്ലപോലെ ട്രെയിനിങ് ലഭിച്ചതാണ്. പൗലോസ് ഇവരോട് പറയുന്നത് അങ്ങനെയല്ല. ആരാ നിങ്ങളെ ശുദ്ധം ചെയ്ത് മാറ്റിക്കുക? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാട്ടിയതല്ലയോ? എന്നിട്ടാണ് പൗലോസ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇത് നശിപ്പിക്കത്തില്ല, ഈ സുവിശേഷത്തിൻ്റെ പ്രവൃത്തി ഞാൻ നശിപ്പിക്കത്തില്ല. ഒരു കാലത്ത് ഞാൻ ഇതിൻ്റെ എതിരെ നിന്നതാണ്. എന്നിൽ കൂടി ഇനി കർത്താവിനെ ക്രൂശിക്കുന്ന ഒരു അനുഭവം വീണ്ടും ഉണ്ടാകത്തില്ല. 19-ാമത്തെ വാക്യം. ഇനി ഒരു കൃപയെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഈ ന്യായപ്രമാണവും പഴയ നിയമത്തിൻ്റെ എല്ലാ വിഷയങ്ങളും സംബന്ധമായിട്ട് ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. ഇനി ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ യേശുവിൽ കൂടുള്ളൊരു നീതീകരണം, അതിനാണ് അതിൻ്റെ പൂർണ്ണ അനുസരണം. പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തിലുള്ള പൂർണ്ണ അനുസരണം. ആ അനുസരണം വരുമ്പോൾ തന്നെ ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളും എല്ലാം മാറിപ്പോകും. നമ്മുടെ നീതീകരണം, ഞാൻ ചെയ്യുന്നത് തെറ്റല്ല, ഞാൻ ചെയ്യുന്നതിന് എന്നാ കുഴപ്പം എന്ന് നമ്മൾ നീതീകരിക്കുന്ന നീതീകരണം എല്ലാം മാറിപ്പോകും. അല്ലെങ്കിൽ റോമാലയത്തിൽ ചോദിക്കുന്ന പോലെ എന്തിനാണ് ഒരു പുതിയ പ്രമാണം കർത്താവ് തന്നത്? പഴയത് ഈസ് നള്ളിഫൈഡ്. സ്തോത്രം എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയത്. അത് പ്രയോജനമില്ലാതായിപ്പോയി. അതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല, ആരും നീതീകരണം പ്രാപിക്കും. അതിനാണ് കർത്താവ് എന്ത് ചെയ്തത്? ഒരു പുതിയ പ്രമാണം. അതിനാണ് ക്രിസ്തു വന്നതും ക്രിസ്തുവിൽ കൂടി നമുക്കൊരു പുതിയ പ്രമാണം തന്നതും. അതിനോട് കൂടി കൃപയുണ്ട് എന്നാണ് പറയുന്നത്. യെസ് 21 വായിച്ച എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്തിൽ അത്രയും ജീവിക്കുന്നത്. ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ. എൻ്റെ പഴയതും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളുമെല്ലാം ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ തലക്കടി കൊടുത്ത് മയക്കിയിട്ടിരിക്കുക അല്ല, ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ പൊങ്ങി വരാൻ ഞാനത് ക്രൂശിച്ചു. ഐ എം ക്രൂസിഫൈഡ് വിത്ത് ജീസസ്. പഴയ മനുഷ്യൻ മരിച്ചു, മയങ്ങിയല്ല. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ഇറ്റ്സ് നോട്ട് ഫെയിൻഡ്. ഈച്ച് ഓഫ് ആ വർക്ക്സ് ഓഫ് ഫ്ലഷ്, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും മരിപ്പിക്കുവാനുള്ള ശക്തി തരണം. ഇടയ്ക്കിടയ്ക്ക് ഈ ബലഹീനത പൊങ്ങി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ബലഹീനതകളും ദൈവശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ എന്നിൽ നിറയപ്പെടുവാൻ കഴിയാത്ത അവസ്ഥ, അത് ഓരോന്നും ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വന്ന് നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊല്ലാൻ പറ്റുമോ? ഒരു കത്തിയും വാളുമായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ വെട്ടാൻ പറ്റുമോ? നോ. ഉപദേശിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആര് കൊല്ലണം?
യു ഹാവ് ടു ഡു ഇറ്റ്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുക, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഇനി എൻ്റെ പ്ലാൻ ഇല്ല, എൻ്റെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന പദ്ധതിയില്ല, എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, എൻ്റെ ഫ്യൂച്ചർ. എന്തുകൊണ്ട് എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, എൻ്റെ ഫ്യൂച്ചർ? ഇറ്റ്സ് എ ടെമ്പററി റിലേഷൻഷിപ്പ്. ആദ്യം മനസ്സിലാക്കുക. അല്ല, ഈ ലോകത്തിൽ നിന്ന് പെട്ടിയിലോട്ട് പോയി ഞങ്ങൾ എപ്പോഴും അടക്കങ്ങൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് അടക്കം നടത്തുവാൻ പറ്റിയത്. സോ ഒത്തിരി പേരെ ആരണ്ടൊക്കെ എന്നെ അടക്കം നടത്തുന്ന പാസ്റ്റർ വരെയും വിളിച്ചു. കാര്യം നമ്മുടെ സഭയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ആ സമയത്ത് പലരും അടക്കം നടത്താതിരുന്നപ്പോൾ, ഈ കോവിഡ് പേടിച്ച് നടത്താതിരുന്നപ്പോൾ, ആ സമയത്തൊക്കെ നമ്മുടെ നല്ലൊരു സെല്ല് കർത്താവ് തന്നിട്ടുണ്ട്. അവിടെ ഒത്തിരി പേരെ നടത്തുവാൻ ഈ കഴിഞ്ഞ ആ ഒരു 2-3 വർഷം കൊണ്ട് ഇടയായി. ഒരാഴ്ച വിട്ട് തന്നെ 2 അടക്കം അങ്ങനെയൊക്കെ നടത്തുവാൻ, ഒരാഴ്ച തന്നെ നടത്തുവാനൊക്കെ ഇടയായി. സോ അപ്പോൾ ഈ സ്ഥിരം ഞങ്ങൾ അടക്കം നടത്തുന്നവരായതുകൊണ്ട് നമുക്കറിയാം. പെട്ടിയിൽ വെക്കുന്നു, അവിടെ കൊണ്ടുവെക്കുന്നു, കുടുംബം കരയുന്നു, ടാറ്റ പറയുന്നു, പറഞ്ഞു വിടുന്നു. ആരും എൻ്റെ പപ്പയാ, എൻ്റെ മമ്മിയാ, എൻ്റെ സഹോദരങ്ങളാന്ന് പറഞ്ഞ് ഇത് ബോഡി ഡീക്കിയാൻ തുടങ്ങുന്നത്, ചീയാൻ തുടങ്ങുന്നത്, നാറും. ഞങ്ങൾ തന്നെ ഈ പലപ്പോഴും മോർച്ചറി കഴിയുന്ന അത്രയും വെക്കാറില്ല. കാര്യം എന്തിനാ ഈ ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഇത് ലാസ്റ്റ് ഡീക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാർ ഓരോരുത്തർ ഈ 4 ദിവസം ശരിക്കും എംബാം ചെയ്യണം. എംബാം ചെയ്യാൻ 60,000 രൂപ 65,000 രൂപ ആരും എംബാം ചെയ്യത്തില്ല, ചുമ്മാ കൊണ്ട് മോർച്ചറി കൊണ്ടുവെക്കും. എംബാം പ്രോസസ്സിങ് ഇവിടെ 1-2 ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. എംബാം ചെയ്യാതെ മോർച്ചറി കൊണ്ടുവെക്കും. അവിടെ ഫ്രീസറിനേ ഉള്ളൂ. ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഡീക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കെട്ടുക, നീര് വരിക, എത്ര ബോഡി തന്നെ ശവപ്പെട്ടിക്കകത്തൊരു വെള്ളം ഒഴുകുന്ന അവസ്ഥകളുണ്ട്. പിന്നെ ചുമ്മാതെ എത്ര മക്കൾ കൊണ്ടുവന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് പെർഫ്യൂം കുറേ അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് ഈ നാറ്റവും ഈ പെർഫ്യൂം ഇതെല്ലാം കൂടെ അവിടെ ഇരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഇരിക്കുന്നവർ, ഞങ്ങളൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നവരല്ല ഇതെല്ലാം സഹിക്കല്ലേ. അതുകൊണ്ട് പ്രൈസ് കഴിയുന്നത്ര നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം നടത്തിയ ശുശ്രൂഷകൾ ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഒരു ദിവസമോ അല്ല 24 മണിക്കൂറിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അത്രയേ ഉള്ളൂ. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കർത്താവ് വിളിക്കുമ്പോൾ പോവും, ടാറ്റ പറയും. പിന്നെ അവരുമായിട്ടൊരു ബന്ധം സ്വർഗത്തിലില്ല. അങ്ങനെ തോന്നത്തില്ല സ്വർഗീയ ശരീരം പ്രാപിക്കുമ്പോൾ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഈ അയൽവക്കക്കാരെയും ദേശത്തെയും കമ്മ്യൂണിറ്റിയെയും അസോസിയേഷനെയും കുടുംബക്കാരെയും റിലേറ്റീവ് ഫ്രണ്ട്സ് ഇവരെ സന്തോഷിപ്പിക്കുമ്പോൾ മറന്നു പോകും യേശുവുമായിട്ടുള്ളൊരു ബന്ധം നിത്യബന്ധമാണ്. അതുകൊണ്ട് ഇവിടെ 20ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴേ ഓരോ ദിവസവും എൻ്റെ പ്രവൃത്തികളെ ഓരോന്നും ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ നടക്കുന്ന പ്രോസസ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. കർത്താവിൽ കൃപയാലാണ്. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് എവിടെ എത്തിയിരിക്കുന്നത്. ഞാനിത് ചെയ്യുന്നത് കർത്താവിലെ കൃപയാൽ, അല്ലെങ്കിൽ ക്രിസ്തു മരിച്ചത് വ്യർത്ഥമാണ്. പൗലോസ് വേറെ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്, ലെറ്റ് നോട്ട് ദ ഗ്രേസ് അപ്പോൺ ബി ഇൻ വെയിൻ, അല്ലെങ്കിൽ ബി എ വേസ്റ്റ്. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമായി പോകല്ലേ. സോ അതുകൊണ്ട് ഇവിടെ വീണ്ടും ഈ അധ്യായം നിർത്തുന്നത് ഗലാത്യരോട് പറയുക. അടുത്ത അധ്യായത്തിലാണ് തുടങ്ങുന്നത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ന്യായവിധി ദിവസത്തിലും ഈ മനുഷ്യരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. ദുരുപദേശവും കാണുന്ന കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്നത് അതായിരിക്കും ശരി. ബർന്നബാസിനും അതല്ലേ സംഭവിച്ചത്. പത്രോസും യോഹന്നാനും ചെയ്തപ്പോൾ സ്നേഹമുണ്ട്. പത്രോസ് നമ്മുടെ സ്വന്തം കമ്മ്യൂണിറ്റി, സ്വന്തം ആളാണ്. അവർ ചെയ്തപ്പോൾ ശരിയാണെന്ന് വിചാരിച്ച് ബർന്നബാസും തെറ്റിപ്പോയി. അതും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബർന്നബാസിൻ്റെ കാര്യവും പറഞ്ഞിട്ട്, ബർന്നബാസ് എന്ത് ചെയ്താലും പരിശുദ്ധാത്മാവുള്ളവനായതുകൊണ്ട് തെറ്റൊക്കെ തിരുത്തി എന്ത് ചെയ്തു? പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചപ്പോൾ താൻ മടങ്ങില്ല. അതുകൊണ്ട് അല്പമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവരെല്ലാം സത്യവചനം കേൾക്കുമ്പോൾ ഉണരും. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൽ കൂടെ നീതീകരണം പ്രാപിക്കുന്ന ഓരോ പാപസ്വഭാവം, ഡീസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പാപം ഓരോന്ന് ഇല്ലാതാക്കുമ്പോൾ നമ്മൾ കൂടുതൽ നീതീകരണം പ്രാപിക്കും. നീതീകരണത്തിൻ്റെ ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല, റോമാലേഖനത്തിലൊക്കെ ഓർപ്പിക്കുന്ന പോലെ എല്ലാവർക്കും ഇത് പറ്റത്തില്ല. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അലർജിയാണ്. ഈ പാപം എന്തിനോ ഇത്രയും ആത്മീയം, എന്തിനാണ് ഇത്രയും വിശുദ്ധിയോട്? ഞാൻ അതിന് കർത്താവിൻ്റെ വേലയിലൊന്നും അല്ലല്ലോ. അങ്ങനെ വല്ലതും ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വേലയിലുള്ളവർക്ക് വേറൊരു പ്രമാണോ? പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിലുള്ളവർക്ക് അല്ല. Everyone is called as an evangelist. അന്ധകാരത്തിൽ നിങ്ങളെ അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷകരാ, രാജകീയ പുരോഹിത വർഗമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തരും മറന്നു പോകല്ലേ. The calling upon you is very great. ഹല്ലേലൂയ. നിങ്ങളുടെ മേലുള്ള വിളി ശ്രേഷ്ഠമാ. വിളിക്ക് യോഗ്യമായി നിന്നില്ലെങ്കിൽ കർത്താവിനോട് കണക്ക് പറയണം. ഇവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം, ഞാൻ ന്യായപ്രമാണത്തിന് നിൽക്കുകയോ മനുഷ്യരെ സന്തോഷിപ്പിക്കുകയോ ചെയ്താൽ കർത്താവ് ക്രൂശിൽ മരിച്ചത് വ്യർത്ഥമായി പോകും. ഗലാത്യരോട് ഓർപ്പിക്കുക. ഇവർ തിരിച്ച് ഉത്സവങ്ങളിലേക്ക് പോയി, പല ആചാരങ്ങളിലേക്ക് പോയി. നിങ്ങൾ എഫെസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും അവരോട് ഓർപ്പിക്കുക, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തു.
സോ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനോട് എന്നേക്കുമായിട്ട് അങ്ങ് ടാറ്റ പറഞ്ഞു. വീണ്ടും പുതിയ വിഷയങ്ങൾ തീരുമാനമെടുത്ത് ശുദ്ധീകരണം പ്രാപിക്കാൻ. ഇതിനൊക്കെ നമുക്ക് ബലം തരുന്നത് കർത്താവിൻ്റെ കൃപയാ. ബലഹീനതയിൽ, ശരീരത്തിൻ്റെ ബലഹീനത വരുമ്പോൾ കർത്താവ് എനിക്ക് കൃപ തരണമേ, ലോർഡ് ഗിവ് മീ ഗ്രേസ്. ആത്മീയമായിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ടല്ല. പത്രോസിന് അറിയാത്തതുകൊണ്ടാണോ ഈ പരിപാടി കാണിച്ചത്? അല്ല. പത്രോസ് അല്ലേ ഇതൊരു കാലത്ത് ശുശ്രൂഷയോട്ടിരുന്നത്? പത്രോസ് അല്ലേ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞത്? പത്രോസിനല്ലേ കർത്താവ് ആദ്യം ഈ ദർശനം കാണിച്ചു കൊടുത്ത പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ? അപ്പം നമുക്കിവിടെ ഇരിക്കുന്നവർക്കും ഈ പറഞ്ഞ ക്ഷീണിച്ചു പോയവർക്കും ദുരുപദേശത്തിന് അറിയാത്തവർക്കല്ല. ദേ ഓൾ ഹാവ് എ ഗുഡ് ബിഗിനിങ്. കാര്യം അത് പരിശുദ്ധാത്മാവിനാലുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ആരംഭം ഉണ്ടായിരുന്നു. നമ്മുടെ ആരംഭം എങ്ങനെയാണ് നല്ല ഓർക്കുന്നത്? നമ്മളൊക്കെ ഓട്ടക്കളത്തിലാണെന്നറിയാമല്ലോ. ഹാലല്ലേ, മുൻപോട്ട് ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അവിടെ വേണ്ടത് കൃപയാണ് വേണ്ടത്. പ്രൈസ് ലോർഡ്. ഹാലല്ലേ. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകളെല്ലാം മാറിപ്പോയിട്ട് നമുക്ക് നല്ല സ്റ്റാമിനയും ബലവും ഹാലല്ലേ കൃപയും കർത്താവ് തട്ടെ. ബലഹീനതയുള്ള ഏരിയയിലെല്ലാം കർത്താവിൻ്റെ കൃപ പകരട്ടെ. നമ്മൾ ഓരോരുത്തരെയും ഹാലല്ലേ വചനത്താൽ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഗലാത്യർക്ക് പറ്റിയ ക്ഷീണം ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ വരാതിരിപ്പാൻ എപ്പോഴും പ്രാർത്ഥനയോടുകൂടി. കൊരിന്ത്യർക്ക് പറ്റി ഓരോ ലേഖനം നമ്മൾ പഠിച്ചു പോകുമ്പോൾ എന്തോ നമ്മൾ പഠിക്കേണ്ടത്? അവർക്ക് പറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കൊച്ചുകൂട്ടമാ ശക്തമായി നിൽക്കട്ടെ. കർത്താവിന് ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ ഹൃദയം യോഗ്യമായി തീരട്ടെ. ഏത് സമയത്തും നമ്മുടെ കുടുംബത്തിൽ വസിക്കുവാൻ. നമ്മൾ ഈ ഒരുക്കുന്നത് നീതീകരണം പ്രാപിക്കുന്നത് ഒന്ന്, നമ്മൾ നിത്യമായിട്ട് കർത്താവിനോടുകൂടി താമസിക്കാനാണ് പോകുന്നത്. അതിന് നമ്മൾ ഒരുക്കുക. രണ്ടാമത്, ഇപ്പോൾ ലോകത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദേവാലയം. മറന്നു പോകല്ലേ. ഇവിടെ മറ്റുള്ള ലോകവിഷയങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ട സ്ഥലമല്ല. ദിസ് ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. ഹാലല്ലേ. എത്ര വിശുദ്ധിയോടുകൂടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.